ഗുഡ് ഈവനിങ് എവ്രി വൺ. നമ്മുടെ മൂന്നാമത്തെ സെഷനായിട്ടുള്ള ഇൻസൈഡ് ലേൺ വൈസ് ടൂൾസ് ടീം ആൻഡ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്ന സെഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. നമ്മൾ ഫസ്റ്റ് തിങ് ഫസ്റ്റ് എന്ന് പറയുന്ന പോലെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാവരോടും എന്ത് ചെയ്യാണ്, നമ്മൾ യൂഷ്വലി കഴിഞ്ഞ 2 സെഷനിലും ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇൻ കേസ് ആരെങ്കിലും ഈ സെഷനിലേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, അതേപോലെ തന്നെ ബാച്ച്, പിന്നെ കോഴ്സിന്റെ പേര് അല്ലെ പ്രോഗ്രാമിന്റെ പേര് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. മൊബൈലിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയിട്ട് അവിടെ നിങ്ങളുടെ പേരിന്റെ സൈഡിൽ തന്നെ ഒരു 3 ഡോട്ട്സ് കാണാൻ പറ്റും. അപ്പൊ അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും ഇതുപോലെ പ്രോഗ്രാമിന്റെ പേരും ആക്കാൻ പറ്റും. ഇത് എന്തിനാന്ന് വിചാരിച്ചാൽ ഈ സെഷനിൽ ത്രൂ ഔട്ട് ആയി എല്ലാ സെഷനിലും ജോയിൻ ചെയ്തിട്ട് പേര് കൃത്യമായിട്ട് കൊടുക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളെ കാത്തിരിക്കുന്ന ഗിഫ്റ്റുകളൊന്നും തന്നെ മിസ്സാവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, പേര് കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മറ്റ് ഇൻസ്ട്രക്ഷൻസും കൂടെ ക്വിക്കായിട്ട് ഗോ ത്രൂ ചെയ്യാം. അപ്പം ഈ ഒരു സെഷനിൽ ഞാൻ മാത്രമല്ല, കുറേയധികം ലേൺ വൈസിലെ ടീം മെമ്പേഴ്സ് ഡിഫറെന്റ് ഡിവിഷൻസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നിങ്ങളുമായിട്ട് ഇന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ കേൾക്കേണ്ടത് കൊണ്ട് തന്നെ എല്ലാവർക്കും ആ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂട്ടഡ് ആണെന്ന് ഉറപ്പുവരുത്താം. പിന്നെ വീഡിയോ ഓൺ ചെയ്യാത്തവരെല്ലാവരും, കംഫർട്ടബിൾ ആയിട്ടുള്ളവരും നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ലാത്തവരെല്ലാവരും ഓൺ ചെയ്യാം. കാരണം നമ്മുടെ എല്ലാ ഓറിയന്റേഷൻ സെഷന്റെയും ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് പരസ്പരം കാണാൻ വേണ്ടി പറ്റുക എന്നുള്ളത് തന്നെയാണ്. ഡിഫറൻസ് സ്ഥലത്തുനിന്ന് ജോയിൻ ചെയ്തിട്ടുള്ളവര്, പിന്നെ അതേപോലെ തന്നെ ഡൈവേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഒരു പിന്നെ കോ ലേണേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ എല്ലാവരും തന്നെ വീഡിയോ ഓൺ ചെയ്യുക. ആൻഡ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനോ ആഡ് ചെയ്യാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് യൂസ് ചെയ്യാം. പിന്നെ പ്രധാനപ്പെട്ട അങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ റിയാക്ഷൻ ഓപ്ഷൻ യൂസ് ചെയ്യാം. ഓൾസോ പരമാവധി ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത സ്പേസിൽ തന്നെയാണ് പലരും ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് കരുതുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് സെഷനിലേക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു സെഷന്റെ ടൈറ്റിൽ വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അതായത് മൂന്നാമത്തെ സെഷനാണ്. അപ്പം ജസ്റ്റ് നിങ്ങളുടെ ഒരു അവയർനെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയുകയാണ്. അതായത് നമുക്ക് 3 പ്രധാനപ്പെട്ട തീംസ് ആയിട്ട് അല്ലെങ്കിൽ സെക്ഷൻസ് ആയിട്ടാണ് എൻ്റയർ ഓറിയന്റേഷൻ സ്ട്രക്ചർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ഓൾറെഡി അറിയുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റിൽ ജസ്റ്റ് പറയാം. അതായത് ഞാൻ തന്നെ അത് റിവീൽ ചെയ്യാം. ഒന്ന് ഫ്ലാഗ്ഷിപ്പ് സെഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സെഷന്റെ 3ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പൊ നമുക്ക് 8 സെഷൻസ് ഫ്ലാഗ്ഷിപ്പ് സെഷന്റെ ഭാഗമായിട്ടുണ്ട്. രണ്ടാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് സിലബസ് ഡീകോഡ് ക്ലിനിക്സ് ആണ്. 3ാമത്തത് കോഹോർട്ട് കണക്ട് ഫിനാലെ എന്ന് പറയുന്നതുമാണ്. അപ്പം ഫസ്റ്റ് ഡേയിൽ നമ്മൾ ലോഞ്ച് നൈറ്റ് എന്ന് പറഞ്ഞ് കണക്ട് ചെയ്തു. സെക്കൻഡ് ഡേയിൽ നമ്മൾ ഇന്നലെ എന്ത് ചെയ്തു, ഇഗ്നോനെ കുറിച്ചിട്ട് വിശദമായിട്ട് മനസ്സിലാക്കി. 3ാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സംവിധാനമായിട്ടുള്ള ലേൺ വൈസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഏതൊരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ സാധാരണ പോലെയുള്ള കോഴ്സും അല്ല, അതായത് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സോ വല്ല ഡിപ്ലോമയോ അല്ലെങ്കിൽ വല്ല സെമിനാറോ വർക്ക്ഷോപ്പോ ഒന്നും അല്ലല്ലോ. നമ്മുടെ ലൈഫിന്റെ വലിയൊരു ടൈം തന്നെ സ്പെൻഡ് ചെയ്യുന്ന ഡിഗ്രി അല്ലെങ്കിൽ PG കോഴ്സസിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളവരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേയധികം ഡൗട്ട് ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പിന്നെ ഇത് എന്തല്ല ഒരു ലീനിയർ ആയിട്ടുള്ള പ്രോസസ്സും അല്ല. നമുക്കിപ്പോ ആലോചിക്കുമ്പോൾ എന്താണ്, അഡ്മിഷൻ എടുക്കുക, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക, എക്സാം ഒക്കെ എഴുതുക, സർട്ടിഫിക്കറ്റ് കിട്ടുക. പക്ഷെ അങ്ങനെയല്ല ശരിക്കും ജേണി. നമ്മൾ പറയാലോ, നിങ്ങൾക്ക് ഗാലറിയിൽ ഇരുന്നിട്ട് കമന്റ് അടിക്കാനൊക്കെ പറ്റും, പക്ഷെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യാം, ഇതിന്റെ റിയൽ കാര്യം മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു ജേണിയിൽ എന്തുണ്ടാവും, കുറെ മനസ്സിലാവായ്മകൾ ഉണ്ടാവും, ചലഞ്ചസ് ഉണ്ടാവും. അതൊക്കെ പാർട്ട് ഓഫ് ദ പ്രോസസ് അല്ലെങ്കിൽ ഗെയിം ആയിരിക്കും. അപ്പൊ അവിടെ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ സെഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതുണ്ട്, ആരോട് ചോദിക്കണം എന്നീ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ടുള്ള ആൻസർ ഇന്ന് കിട്ടുന്നതായിരിക്കും. സോ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ ടൂൾസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അക്കാഡമിക് റിസോഴ്സസ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതും അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ടും വിശദമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ഇതിന്റെ ഒക്കെ പിന്നിൽ ഉള്ള നിങ്ങൾക്കിപ്പം ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങളുടെ മെന്റർ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ള അക്കാഡമിക് കൗൺസിലർ ആയിരിക്കും.
പക്ഷെ ഇതല്ലാതെ നിങ്ങൾക്ക് ആരൊക്കെയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെ എന്ത് കൈൻഡ് ഓഫ് സപ്പോർട്ട് സിസ്റ്റം ആണ് ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതൊക്കെ തന്നെ എന്ത് ചെയ്യും മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ ഇതിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പം കഴിഞ്ഞ സെഷനിൽ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, ഇപ്പം നമ്മളിലൂടെ ഓൾറെഡി നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ സപ്പോർട്ടൊക്കെ എടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളവരുടെ എക്സ്പീരിയൻസ്, അപ്പൊ അവർ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് എന്തായാലും നിങ്ങളുടെ മൈൻഡിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടാവും എന്നുള്ള കാര്യം എന്ന് പറയുന്നത്, കാര്യങ്ങളൊക്കെ വളരെ ലേൺ വൈസ് എളുപ്പമാക്കി തന്നു എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതെങ്ങനെയാണ് ശരിക്കും എളുപ്പമായത് എന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതാണ് ഇന്നത്തെ സെഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഈ എളുപ്പമാവണം എന്നുണ്ടെങ്കിൽ ഈ എളുപ്പം പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണ വേണം. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെഷനിൽ പ്രധാനമായിട്ടും, അപ്പം ഞാൻ പ്രധാനമായിട്ട് ഇതിന്റെ ഒരു സ്ട്രക്ചർ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, ലേൺ വൈസിന്റെ ഒരു സ്ട്രക്ചർ. അതിനുശേഷം റഹീസ് എന്ത് ചെയ്യും, അക്കാഡമിക് റിസോഴ്സസ് ആൻഡ് ഹൗ ടു യൂട്ടിലൈസ് ദം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പറയും. പിന്നെ നമുക്ക് അബൈ പ്രാക്ടിക്കൽ ടൂർ നൽകും, അതായത് നമ്മുടെ ആപ്പ്, വെബ്സൈറ്റ്, അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ, വാട്സാപ്പ് ചാനൽ, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം, നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ അത് ഏത് രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും എന്നുള്ള കാര്യങ്ങൾ പറയും. പിന്നെ ഡോക്ടർ സുരഭി അക്കാഡമിക്സ് ടീമിനെ കുറിച്ചിട്ടും നമ്മുടെ എൻ്റെ ഒരു അക്കാഡമിക് പ്ലാനിങ് എങ്ങനെയാണ് ശരിക്കും നടക്കുന്നത്, അപ്പൊ ഏത് രീതിയിലായിരിക്കും നിങ്ങളത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പറയും. പിന്നെ നമ്മൾ ഈ ഒരു ജേണി എന്ന് പറയുന്നത് തുടക്കം മാത്രമല്ല, ഇതിന്റെ ഒടുക്കം വരെയുള്ളതും ഇതിന്റെ കണ്ടിന്യൂവേഷനും കംപ്ലീഷനും അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലെ LCR എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂവേഷനെ കുറിച്ചിട്ടുള്ള മാറ്റേഴ്സ് ലിൻസി ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഓൾറെഡി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നമ്മുടെ അഡ്മിഷൻ അല്ലെങ്കിൽ കൗൺസിലിംഗ് പാർട്ടിനെ കുറിച്ചിട്ട് ശ്രുതി കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുകയും ചെയ്യും. ഇതോട് ഇങ്ങനെയായിരിക്കും ഈ സെഷന്റെ ഒരു പിന്നെ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ ഇത്രയധികം സെഗ്മെന്റ്സിലായിട്ട് പിന്നെയുള്ള ഡിവിഷൻസും അതിലുള്ള ലീഡർഷിപ്പും അതിനൊക്കെയുള്ള ഡയറക്ഷൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് അക്കാഡമിക്സിന്റെ പാർട്ട് ആവട്ടെ, ലേണർ എക്സ്പീരിയൻസ് ആവട്ടെ, യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻസ് ആവട്ടെ, LCR ആവട്ടെ, അഡ്മിഷൻസ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗ് ആവട്ടെ, ലേണർ സപ്പോർട്ട് ആവട്ടെ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഗോ ത്രൂ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ സ്റ്റാർട്ട് ചെയ്തു, പിന്നീട് അതങ്ങനെ ഭയങ്കര സ്മൂത്ത് ജേർണി ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും പ്ലാറ്റ്ഫോമും നിങ്ങളും എല്ലാവരും ട്രൈ ചെയ്യേണ്ടത്. പക്ഷെ പ്രാക്ടിക്കലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും എന്തുണ്ടാവും, പലതരത്തിലുള്ള ഡൗട്ട്സ് വരും, കൺഫ്യൂഷൻസ് ഉണ്ടാവും, അല്ലെ ആരോട് ചോദിക്കണം എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഇവിടെ ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഡിവിഷൻസ്, പീപ്പിൾ, പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള വിൻഡോസ് എല്ലാം തന്നെ ഉണ്ടാവും. അപ്പൊ ഈ സെഷൻ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇതിൽ നല്ലൊരു ക്ലാരിറ്റി എന്ത് ചെയ്യും കിട്ടുകയും കൂടെ ചെയ്യുന്നുണ്ടാവും. ഇപ്പം ജസ്റ്റ് ഒന്നും കൂടെ ഒരു കാര്യം കൂടെ പറയാണ്. ഇപ്പം നമ്മുടെ ലേൺ വൈസിനെ എവിടെ കണ്ടെത്താമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ലേൺ വൈസിന്റെ പ്ലാറ്റ്ഫോമിനെ യൂട്ടിലൈസ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പം കിച്ചണിൽ നിന്നുകൊണ്ടായിരിക്കും ചിലപ്പം ക്ലാസ് കേൾക്കുന്നുണ്ടാവുക, ചിലപ്പം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലാസ് കേൾക്കുന്നവരുണ്ടാവും, ചിലപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് പോകുന്ന സമയത്ത് ക്ലാസ് കേൾക്കുന്നവരുണ്ടാവും. ഇനി ഇതൊന്നും അല്ലാതെ തന്നെ നമ്മൾ ശരിക്കും വളരെ ചിട്ടയോടുകൂടി ചില സമയങ്ങളിൽ മാത്രം ഡിസിപ്ലിൻഡ് ആയിട്ട് ക്ലാസ് കേൾക്കുന്നവരുണ്ടാവും, ചിലപ്പം ടൈം കിട്ടുന്ന സമയത്ത് ക്ലാസ് കേൾക്കുന്നവരുണ്ടാവും. ക്ലാസ് എന്ന് മാത്രമല്ല കേട്ടോ, അതായത് പിന്നെ നോട്ട്സ് ആവാം, അല്ലെ മറ്റ് അഡീഷണൽ സപ്ലിമെന്ററി റിസോഴ്സസ് ആവാം, അല്ലെ മെന്റർഷിപ്പിന്റെ ഭാഗമായിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് ആവാം, അല്ലെ ലൈവ് അറ്റൻഡ് ചെയ്യുന്നതാവാം. അപ്പൊ ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളിൽ ജേണിയിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവും. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതും നിങ്ങൾ ഇനി ഒരു രീതിയിൽ നിങ്ങൾ അറിയാൻ ഒരു സാധ്യതയും ഇല്ലാത്തതായിട്ടുള്ള ടീം മെമ്പേഴ്സ് അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അപ്പൊ അവരെയൊക്കെ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പം ആദ്യം തന്നെ നമുക്ക് അക്കാഡമിക് റിസോഴ്സസ് അല്ലെ അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് തുടങ്ങാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ റഹീസിനെ വെൽക്കം ചെയ്യാണ്. റഹീസ് നിങ്ങൾ അതിലൂടെ കൊണ്ടുപോകും, അതിനുശേഷം ഓരോരുത്തരായിട്ട് അഡ്രസ് ചെയ്യും. ഒരു കാരണവശാലും സെഷൻ തീരുന്നതിന് മുമ്പ് ആരും പിന്നെ ലീവ് ചെയ്യാൻ വേണ്ടി പാടില്ല. ത്രൂ ഔട്ട് ദ സെഷൻ എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ആൻഡ് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് പറയുവാണ്. അപ്പം ഓവർ ടു റൈസ്. ഓക്കെ, താങ്ക് യു നൗഫൽ. സോ ജസ്റ്റ് നൗഫലിനെ പരിചയപ്പെടുത്താം. ഇപ്പം സംസാരിച്ചിട്ടുള്ള നൗഫലാണ്. നൗഫൽ ലേൺ വൈസിന്റെ ഫൗണ്ടർ കം അക്കാഡമിക് ഡയറക്ടറാണ്. ആൻഡ് നമുക്കിപ്പം ഇത് മൂന്നാമത്തെ സെഷനാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇഗ്നോയെ കുറിച്ചിട്ട് A to Z കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അപ്പം നൗഫൽ ഡീറ്റെയിൽ ആയിട്ട് അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ലേൺ വൈസിനെ കുറിച്ചാണ്.
അപ്പൊ എല്ലാവരും ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാണ്, ത്രൂ ഔട്ട് ദ സെഷൻ എല്ലാവരും തന്നെ ഉണ്ടാവണം. അപ്പം ഈ സെഷൻ കഴിയുന്നതോട് കൂടിയിട്ട് ലേൺവൈസിനെ കുറിച്ചിട്ടുള്ള ഏകദേശം എല്ലാ ഡൗട്ടുകളും നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കാര്യം അഡ്രസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ലേൺവൈസ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് പറയാം. അപ്പൊ എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ഇപ്പം ലേൺവൈസിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പം കുറച്ച് പേരൊക്കെ തന്നെ ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിട്ടുണ്ടാവും പലർക്കും. ലേൺവൈസിന്റെ കൂടെ അഡ്മിഷൻ എടുത്തവർ കുറച്ച് പേര് അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി അഡ്മിഷൻ ഒക്കെ എടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള, അപ്പം PG ചെയ്യുന്നവരാണ് ഡിഗ്രി സമയത്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി ചെയ്യുന്നവരാണ് +2 സമയത്തൊക്കെ തന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നമ്മൾ ഇരുന്ന ഒരു സാധനം ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതെങ്ങനെ ചെയ്യുമെന്ന്. അപ്പോൾ ലേൺവൈസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തവർക്ക് ഇനി പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ മാറ്റിയെടുക്കും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതൊരു പാലികേറ മലയല്ല. സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ കൈവെള്ളയിലോട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും എത്തിച്ചു തരുന്ന രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളൊരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ വൺസ് നമ്മുടെ വീഡിയോ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഇഗ്നോയുടെ മെറ്റീരിയൽസും കാര്യങ്ങളും നമ്മുടെ ലേൺവൈസിന്റെ മെറ്റീരിയൽസിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. എക്സാം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ്, ഇതിപ്പോ എഴുതണോ എഴുതണ്ടേ, ഇനി അടുത്ത പ്രാവശ്യം എഴുതിയാൽ മതിയോ, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒക്കെ തന്നെ ഒരുപാട് ചാലഞ്ചസ് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലൂടെ പോകുന്നുണ്ട്. അത് നിങ്ങളുടെ അക്കാഡമിക് ലൈഫിനെ അല്ലെങ്കിൽ അക്കാഡമിക് ജേണിയെ അത് ഹിൻഡർ ചെയ്യുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഡീൽ ചെയ്യാൻ നമുക്ക് മെന്റേഴ്സ് ഉണ്ട്, നമ്മുടെ LSE ടീം ഉണ്ട്, മറ്റ് ലേൺവൈസ് ടീം മെമ്പേഴ്സും ഫാക്കൽറ്റീസും ഒക്കെ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യാം. അത് നിങ്ങൾക്ക് അതിനുള്ളൊരു പരിഹാരം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ലേൺവൈസിന്റെ ഒരു ചിട്ടയായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളിലൂടെ ഒക്കെ തന്നെ നിങ്ങൾ കടന്നു പോകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഡിഗ്രി PG എന്ത് ഉദ്ദേശത്തോട് കൂടിയിട്ടാണോ നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ലേൺവൈസ് എല്ലാ കാര്യങ്ങളും വിഭാവനം ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഇത് നമ്മളൊരു അഷുറൻസ് ആണ് ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ലേൺവൈസിന്റെ അക്കാഡമിക് റിസോഴ്സസിനെ കുറിച്ച് വളരെ ക്വിക്കായിട്ടൊന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും അറിയാം, പലപ്പോഴും നിങ്ങൾ പലരും തന്നെ നമ്മുടെ ലേൺവൈസിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കും, ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ലെക്ചർ വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു ലെക്ചർ വീഡിയോ കണ്ടിട്ടായിരിക്കും. അപ്പൊ അതിന്റെ സാമ്പിൾ വീഡിയോ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ ഫുൾ റെക്കോർഡഡ് വീഡിയോസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ അത് നമ്മുടെ ഇനാഗുറേഷൻ സെഷനിലൊക്കെ തന്നെ നമ്മുടെ അലുമിനീസ്, ഇപ്പം മുരളീധരൻ സാറൊക്കെ സ്പെഷ്യലി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് സമയത്തും നമുക്ക് റെക്കോർഡഡ് വീഡിയോ കാണാം. അതിന് ലിമിറ്റോ കാര്യങ്ങളോ അല്ല. നമ്മുടെ കോഴ്സ് വാലിഡിറ്റി കഴിയുന്നത് വരെ ഏത് സമയത്തും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. നിങ്ങളിപ്പം വീട്ടിലെ മറ്റ് പണികൾ എടുക്കുമ്പോൾ കിച്ചണിൽ വേണമെങ്കിൽ നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് ഒരു വീഡിയോ ലെക്ചർ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പണിയെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് ടൈമിൽ ചെറിയൊരു ബ്രേക്ക് കിട്ടുമ്പോൾ ആ സമയത്ത്, അങ്ങനെയുള്ള എല്ലാ സമയത്തും നിങ്ങൾക്ക് റെക്കോർഡ് വീഡിയോസ് കാണാം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നോട്ട്സ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ആപ്പിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അത് 1 by 1 ആയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കും എന്തൊക്കെയാണ് ഓരോന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഉള്ളത് അസൈൻമെന്റ് ആണ്. അതും ഞാനൊരു മോഡൽ കാണിക്കാം. പിന്നെ എക്സാം ഓറിയന്റഡ് സപ്പോർട്ടാണ്. നിങ്ങൾക്ക് ഇപ്പം ജനുവരി 2026 അഡ്മിഷൻ എടുത്തവരിൽ ഇപ്പൊ സെമസ്റ്റർ വൈസ് എക്സാം ഒക്കെ ഉള്ളവരാണെങ്കിൽ MBA MCA അല്ലെങ്കിൽ BCA പോലെയുള്ളവർക്കൊക്കെ തന്നെ ഈ ജൂണിൽ പരീക്ഷ എഴുതാൻ എലിജിബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലേൺവൈസ് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഗ്ലിംസസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മെന്റർഷിപ്പ് ഡിവിഷൻ ബാച്ചസിൽ അഡ്മിഷൻ എടുത്തവർക്ക് നിങ്ങൾക്ക് ലൈവ് സെഷൻസ് എക്സ്ട്രാ ആയിട്ടുണ്ടാവും. നമ്മുടെ മെന്റേഴ്സും ഫാക്കൽറ്റീസും അടങ്ങുന്ന ടീം നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതനുസരിച്ച് നിങ്ങൾക്ക് ലൈവ് സെഷൻസ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു അക്കാഡമിക് റിസോഴ്സസിന്റെ ഒരു ഗ്ലിംസ് ആയിട്ട് പറയാനുള്ളത്. ഇനി ഞാനത് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഒന്ന് കാണിക്കാം. അപ്പോൾ ഓരോ നോട്ട്സും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്വിക്കായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, ഇത് ഹെൽപ്പ് ബുക്ക് ആണ്. ഇപ്പൊ നമ്മുടെ ആപ്പിൽ കയറിയിട്ട് നിങ്ങൾ ഒരു മെറ്റീരിയൽ റിസോഴ്സസ് കാണുമ്പോൾ HB ഫയൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ HB എന്ന് പറയുന്നത് ഹെൽപ്പ് ബുക്ക് ആണ്. അപ്പൊ നമ്മുടെ ഇഗ്നോയുടെ SLM ഉണ്ടല്ലോ, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ, നിങ്ങൾക്ക് പലപ്പോഴും അത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം അഡ്മിഷൻ്റെ അടുത്ത് ഒരു 1 or 2 months കഴിയുമ്പോഴാണ് നിങ്ങളുടെ വീട്ടിലോട്ട് അത് ഇഗ്നോ പോസ്റ്റൽ വഴി എത്തിക്കുന്നുണ്ടാവും. പക്ഷെ അതിന്റെ റിസോഴ്സസ് എന്ത് ചെയ്യും, നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. SLM അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഒഫീഷ്യൽ ഇഗ്നോയുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് ബേസ് ചെയ്തിട്ട് വളരെ ഷോർട്ട് ആയിട്ടുള്ള വളരെ ക്രിസ്പ് ആയിട്ടുള്ള ഒരു നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ അത് വളരെ ബുള്ളറ്റ് പോയിന്റ്സിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ സിമ്പിൾ ലാംഗ്വേജിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള
ഒരു വാല്യൂ ആഡഡ് നോട്ടാണ് ഇഗ്നോ ഹെൽപ്പ് ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിപ്പോ കാണിക്കുന്നത് ഇത് ഒരു MBAയുടെ ഒരു പേപ്പറിന്റെ ആണ്. MBA സെക്കൻഡ് സെമ്മിന്റെ ഒരു പേപ്പറിന്റെ സാമ്പിൾ നോട്ടാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അപ്പൊ നിങ്ങൾ ഏത് കോഴ്സാണോ ആ കോഴ്സിന് ഈ ഒരു നോട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി ഏതെങ്കിലും ബാച്ചസിൽ അത് കാണുന്നില്ലെങ്കിൽ അത് വൺസ് നിങ്ങൾ മെന്ററിനോ അല്ല സിയോനോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. ചിലത് പ്രിപ്പറേഷനിൽ അണ്ടറിൽ ഉള്ള കുറച്ച് കോഴ്സസ് ഒക്കെ ഉണ്ടാവും, എസ്പെഷ്യലി പുതിയ കോഴ്സസ് ഒക്കെ തന്നെ അത് നമ്മൾ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ഹെൽപ്പ് ബുക്ക് എന്ന് പറയുന്നത്. രണ്ടാമത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുക എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡോക്ക് ആയിരിക്കും. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 8 to 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ലിസ്റ്റ് ചെയ്യും. ചിലതിൽ 12 ക്വസ്റ്റ്യൻസ് വരെ ഉണ്ടാവും. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കും പിന്നെ കാണിക്കുന്നത്. അപ്പൊ എത്ര ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻസിനൊക്കെ തന്നെ എന്തൊക്കെയാണ് ഈ ആൻസേഴ്സ് ആയിട്ട് വരേണ്ടത്, അതെങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ കാര്യങ്ങൾ വരേണ്ടത് എന്നുള്ളതും അതിനുശേഷം പിന്നെ ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിന്റെ മോഡൽ ആൻസർ അടക്കം കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എക്സാം സമയത്തൊക്കെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അത് എക്സാം സമയത്തിലോട്ട് നിങ്ങൾ മാറ്റി വെക്കരുത്. നിങ്ങളൊരു ഫസ്റ്റ് യൂണിറ്റിന്റെ വീഡിയോ ലെക്ചർ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ നോട്ട്സ് നിങ്ങൾ വായിക്കണം. അതിന്റെ എക്സാം സ്പെഷ്യൽ ഗൈഡിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഓടിച്ചു നോക്കുന്നത് ബെറ്റർ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു പേപ്പറിൽ നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസൈൻമെന്റിനെ കുറിച്ച്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഇഗ്നോയുടെ സൈറ്റിലോ കാര്യങ്ങളോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ വാലിഡിറ്റി കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുന്നത്. ഇപ്പൊ ഈ കാണുന്നത് MBAയുടെ നേരത്തെ പറഞ്ഞ പോലെ MBAയുടെ MMPC 14 എന്ന് പറയുന്നത് സെക്കൻഡ് സെമ്മിന്റെ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം ജോയിൻ ചെയ്തിട്ടുള്ള ആർക്കും ഈ ഒരു പേപ്പർ ഉണ്ടാവില്ല, സെക്കൻഡ് സെമ്മിന്റെ ആണ്. അപ്പൊ നിങ്ങൾ എന്താണ് ഇവിടെ കാണുന്നുണ്ടാവും ഏതൊക്കെ സൈക്കിൾ ഉള്ളവർക്കാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 വർഷമാണ് ഈ ഒരു അസൈൻമെന്റിന്റെ വാലിഡിറ്റി ഉണ്ടാവും. ഇനി അടുത്ത ജൂലൈ സൈക്കിൾ അഡ്മിഷൻ എടുക്കുന്നവർക്കും ഈ സെയിം അസൈൻമെന്റ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ 2026 ജനുവരി സൈക്കിൾ അഡ്മിഷൻ എടുത്തവർക്ക് നിങ്ങൾ സെക്കൻഡ് സെമ്മില് നിങ്ങൾക്ക് ഡിസംബറിൽ എഴുതാമല്ലോ. അപ്പം ആ സെക്കൻഡ് സെമ്മിൽ നിങ്ങൾ ഈ അസൈൻമെന്റ് ആയിരിക്കും എഴുതുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് October 31 ആണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ജൂൺ എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ April 13 ഉള്ളിൽ ഈ പേപ്പർ സബ്മിറ്റ് ചെയ്യണം എന്ന് പറയാം. അപ്പൊ ഇവിടെയാണ് അതിന്റെ ഡേറ്റ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. യൂഷ്വലി ഒരു അസൈൻമെന്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 year ആണ്. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത വർഷമാണ് നിങ്ങൾ ഫസ്റ്റ് ഇയറിന്റെ എക്സാം സെക്കൻഡ് സെമ്മിന്റെ പേപ്പർ എഴുതുന്നുണ്ടെങ്കിൽ ഈ അസൈൻമെന്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അത് ഡിഫറെന്റ് അസൈൻമെന്റ് ആയിരിക്കും. അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേറെ അസൈൻമെന്റ് റിലീസ് ചെയ്യുന്നത്. പിന്നെ അസൈൻമെന്റ് ഒക്കെ നോക്കും പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇപ്പം നമ്മുടെ MBA പോലെയുള്ള കോഴ്സസും അതുപോലെ തന്നെ നോർമൽ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് കോഴ്സസിലൊക്കെ തന്നെ 5 or 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളൂ. സയൻസിലും അതുപോലെ തന്നെ പ്രോബ്ലം ടൈപ്പ് പേപ്പറിലാണ് നമുക്ക് കുറെ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡ് ബുക്ക് നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ അസൈൻമെന്റിന്റെ ഗൈഡ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ആൻസർ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് എഴുതാവുന്നതാണ്. പിന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേണേഴ്സിനോട് പറയാറുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ കോപ്പി അടിച്ചിട്ട് ഇതുപോലെ ഡിറ്റോ ഇതേപോലെ എഴുതി വെക്കാണ്ട് ഇത് വായിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ എഴുതുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലിനെ എൻഹാൻസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. അപ്പൊ ഒരിക്കലും തന്നെ നിങ്ങൾ ഇതേപോലെ എഴുതാണ്ട് നിങ്ങൾ ഇത് വായിച്ചിട്ട് ഇനി അഥവാ നിങ്ങൾക്ക് സമയം കാര്യങ്ങളോ ഇല്ലെങ്കിൽ നിങ്ങൾ ഏകദേശം ഇതേപോലൊക്കെ തന്നെ എഴുതാം. പക്ഷെ സമയമുള്ളവർ ഏറ്റവും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ നിങ്ങൾ എഴുതാൻ ശ്രമിക്കും. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ഫൈനൽ എക്സാമിനൊക്കെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വേർഡ് ലിമിറ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പം ഇതിൽ വേർഡ് ലിമിറ്റ് കൊടുത്തിട്ടില്ല, പക്ഷെ മിക്കവാറും എല്ലാ പേപ്പേഴ്സിലും വേർഡ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ കീപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതിപ്പം 20 മാർക്കിന്റെ ആണ് ഓരോ ക്വസ്റ്റ്യനും. ഒരു 1000 വേർഡ്സിന്റെ ഉള്ളിലായിട്ട് നിങ്ങൾ എഴുതാന്നുള്ളതാണ്. അപ്പം അത് ഓരോ പേപ്പറിനനുസരിച്ച് മാറും. അപ്പം വേർഡ് ലിമിറ്റ് നോക്കിയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഒരുപാട് വാരി വലിച്ച് എഴുതാന്നുള്ളതല്ല, പക്ഷെ സഫീഷ്യന്റ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മുടെ അസൈൻമെന്റിൽ വേണം എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അസൈൻമെന്റ് ഗൈഡ് ബുക്ക് നിങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ പ്രോബ്ലം ബേസ്ഡ് പേപ്പർ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ആൻസേഴ്സ് ഇതിലെ ആൻസറായിട്ട് നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ അസൈൻമെന്റ് എഴുതുന്നതിന് മുന്നേ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്റേഴ്സിനെയോ LSCസിനൊക്കെ കണക്ട് ചെയ്തിട്ട് ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ എഴുതിയിട്ടുള്ള അസൈൻമെന്റ് ഓക്കെ ആണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ ഫോട്ടോ എടുത്ത് ഒരു PDF ഫോർമാറ്റിലാക്കിയിട്ട് മെന്റേഴ്സിന് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുക്കാം. അവരത് ഇവാലുവേറ്റ് ചെയ്തിട്ട് സജഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നതായിരിക്കും. അപ്പം
നിങ്ങൾ മുഴുവനായിട്ട് അസൈൻമെന്റ് എഴുതിയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിന്റെ പകരമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ എഴുതിയിട്ട് മാം ഇത് ഓക്കെ ആണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ച് എഴുതുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ അത്രയും അസൈൻമെന്റ് എഴുതിയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോവേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങൾ എഴുതുന്നതിന്റെ മുന്നേ ആയിട്ട് മെന്റേഴ്സിനെ കണക്ട് ചെയ്തിട്ട് മാം ഇത് തന്നെയല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കൺഫേം ചെയ്യാവോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് മാത്രം എഴുതുക. കാരണം ഇത് എഴുതി കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വേറെ എന്ന് അറിയുമ്പോൾ നമുക്ക് വലിയ സങ്കടമായിരിക്കും. അത്ര എഫേർട്ട് എടുത്തിട്ടായിരിക്കും നിങ്ങൾ എഴുതുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് എന്ന് പറയുന്നത്. ഇതും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഉള്ളത് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലേൺവൈസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് PYQA എന്ന് പറയുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. അപ്പൊ ഇതിന്റെ ഒരു ഡോക്കാണ് നിങ്ങളിപ്പം സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ ഇതിന്റെ PDF ഫയൽ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ 5 സൈക്കിളുകളായിട്ട് ഈ ഇഗ്നോയുടെ ഓരോ സൈക്കിളും കഴിഞ്ഞ പ്രീവിയസ് 5 സൈക്കിളിലും എക്സാം സൈക്കിളിലും, അതായത് ഒരു വർഷം 2 സൈക്കിൾ ഉണ്ടാവും, അങ്ങനെ 5 സൈക്കിളായിട്ട് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു വീഡിയോ സീരീസും നമ്മൾ ചെയ്യാറുണ്ട്. യൂട്യൂബിൽ സെലക്ടഡ് ആയിട്ടുള്ള വീഡിയോസിന് അല്ലെങ്കിൽ പേപ്പേഴ്സിന് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. എല്ലാ പേപ്പേഴ്സും നമ്മൾ ഇതുപോലെയുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പം ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ബ്ലോക്ക് ഏതാണ്, ഏത് ബ്ലോക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്, ഏത് ടോപ്പിക്കാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതിന്റെ മോഡൽ ആൻസർ ഒക്കെ അടങ്ങുന്ന ഒരു ഡോക്യുമെന്റ് ആണിത്. അപ്പൊ നിങ്ങൾ പലപ്പോഴും നമ്മുടെ ലേൺവൈസിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറെ പേരൊക്കെ തന്നെ നമ്മുടെ യൂട്യൂബിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഈ PYQയുടെ വീഡിയോ സീരീസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കുറെ പേർക്കൊക്കെ അത് അറിയുമായിരിക്കും. അപ്പം അതിൽ സെലക്ടഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാ പേപ്പേഴ്സും നമ്മൾ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ റിലീസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഇനി വരാൻ പോകുന്ന ജൂണിൽ കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യും, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിരിക്കും. ഇത് എല്ലാ സൈക്കിളും നമ്മൾ പുതിയ ഡോക്യുമെന്റ് ആണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ തന്നെ അനലൈസ് ചെയ്തിട്ട് അതിൽ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളും നമ്മൾ ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ ആൻസറും കൂടി അടങ്ങുന്ന ഒരു ഡോക്യുമെന്റ് ആയിട്ടായിരിക്കും ഇനി നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ടാവും. ഇതിന് മുന്നേയുള്ള ഇപ്പൊ നിങ്ങളുടെ ഓൾറെഡി ആപ്പിൽ കാണുന്ന അതേപോലെയുള്ള ഡോക്യുമെന്റിനേക്കാളും കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അതിന്റെ ഒരു സാമ്പിൾ ആണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഓരോ സൈക്കിളിലും നമ്മൾ എന്ത് ചെയ്യും, അതിൽ റിസർച്ച് ചെയ്തിട്ട് നമ്മുടെ റിസർച്ച് ടീം അഡീഷണലി ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മളിത് റിലീസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾ വായിക്കുന്നതിലൂടെ എക്സാമിന്റെ ഒരു 1 വീക്ക് 2 വീക്ക് മുന്നൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. ഇന്ന പേപ്പർ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ലിസ്റ്റ് ചെയ്തിട്ട് ഇത് 2022-ലും 23-ലും 23 ജൂണിലും 23 ഡിസംബറിലും 24 ഡിസംബറിലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അത് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ സെലക്ടഡ് ആയിട്ടുള്ള പേപ്പേഴ്സിന്റെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ഫുൾ ആൻസർ അടക്കം അടങ്ങുന്ന ഒരു ഡോക്യുമെന്റ് ആയിട്ടാണ് നമ്മൾ ഇത് വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ, നമ്മുടെ ജൂൺ എക്സാമിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും. അതിന്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു ഇനീഷ്യേറ്റീവ് ആണ് ഈ ഒരു PYQയുടെ കൂടെ തന്നെ വേറെ ഇനീഷ്യേറ്റീവ് നമ്മൾ ചെയ്യുന്നത് സെലക്ടഡ് ആയിട്ടുള്ള പേപ്പേഴ്സിന് മോഡൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യാറാണ്. ഇത് മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നത് BA എക്കണോമിക്സിന്റെ ഒരു പേപ്പറിന്റെ ഫസ്റ്റ് ഇയർ പേപ്പറിന്റെ, അതുപോലെ തന്നെ മറ്റ് കോഴ്സസിലെ സബ്സിഡറി ആയിട്ട് വരുന്ന ഒരു പേപ്പറും കൂടിയാണത്. അപ്പൊ ഇതിന്റെ ഒരു മോഡൽ എക്സാം നമ്മൾ കഴിഞ്ഞ ഡിസംബർ സൈക്കിൾ എക്സാമിന് നടത്തിയിട്ടുള്ള മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സൂമിൽ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്യും. നിങ്ങൾ എല്ലാവരും സൂമിൽ ജോയിൻ ചെയ്തിട്ട് A4 പേപ്പറിൽ മാർജിനൊക്കെ വരച്ച് നിങ്ങൾ അതേപോലെ രാത്രി ഒരു 7 മണിക്കാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തത്. 3 മണിക്കൂറിന്റെ പരീക്ഷയാണെങ്കിൽ 10 മണി വരെ നിങ്ങൾ ഇരുന്ന് നമ്മൾ നേരത്തെ തന്നെ ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യും. അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക. എന്നിട്ട് ഇതിന്റെ ആൻസർ കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ ഒരു മോഡൽ എക്സാം, ഇപ്പൊ മോഡൽ എക്സാം എന്നുള്ളത് നിങ്ങൾ 10ാം ക്ലാസ്സിലും +2-ലൊക്കെ, ഇപ്പൊ കുറെ പ്രായമുള്ളവർക്ക് എനിക്കറിയില്ല, പക്ഷെ ഒരു 10-15 വർഷത്തിന് മുന്നേക്ക് അല്ലെങ്കിൽ 20 വർഷം വരെയൊക്കെ തന്നെ നമുക്കിങ്ങനെ മോഡൽ എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ആ രീതിയിൽ നമ്മുടെ എക്സാമിന്റെ മുന്നേറ്റം ഒരു മോഡൽ എക്സാം ലേൺവൈസ് കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പം അത് സെലക്ടഡ് ആയിട്ടുള്ള പേപ്പേഴ്സിനായിരിക്കും. അപ്പൊ അത് നിങ്ങൾ എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. ഏതൊക്കെ ഏരിയയിലാണ് എനിക്ക് ഇനി പഠിക്കാനുള്ളത് കാര്യങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ റിവൈസ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് എക്സാം ഹോളിലോട്ട് പോകാൻ പറ്റും. അങ്ങനെ നിങ്ങൾ മോഡൽ എക്സാം എഴുതി കഴിഞ്ഞാൽ വിത്തിൻ ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ അതിന്റെ ഇവാലുവേഷൻ ഗൈഡ്, അപ്പം ഇതും PDF ഫയലായിട്ട് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എങ്ങനെയാണ് അതിന് ആൻസർ ചെയ്തിട്ടുണ്ട്, അതിന്റെ ആൻസർ കീ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള PDF ഫയൽ നമ്മൾ കൊടുക്കുക. അപ്പോൾ മോഡൽ എക്സാം എഴുതി അതിന്റെ ഇവാലുവേഷൻ ഗൈഡും നോക്കിയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിന് ഫുൾ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും.
ഇതൊക്കെ കുറച്ച് സാമ്പിൾസ് ആണ്. ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ചധികം റിസോഴ്സസ് നിങ്ങൾക്കായിട്ട് എക്സ്ക്ലൂസീവ്ലി നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ റിസർച്ച് ടീം, കണ്ടന്റ് ആൻഡ് റിസർച്ച് ടീം അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ്. അപ്പൊ അത് ഞാനിപ്പം റിവീൽ ചെയ്യുന്നില്ല. അത് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് വൺസ് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് നിങ്ങളുടെ ആപ്പിൽ അത് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന കുറച്ചധികം റിസോഴ്സസ് നമ്മൾ ഇനിയും ബിൽഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ പുറമെ നമ്മുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ, ഓൺലൈൻ വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് ആൻസർ റൈറ്റിംഗ് വർക്ക്ഷോപ്പ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ടൈം ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം എക്സാം ടൈമിൽ, അത് നമ്മുടെ മെന്റേഴ്സും ഫാക്കൽറ്റീസും അടങ്ങുന്ന ടീം നിങ്ങൾക്ക് ലൈവായിട്ട് സൂമില് ഒരു സെഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ലേൺവൈസിൽ നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും ആ രീതിയിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇതൊന്നും മിസ്സാക്കാണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം എൻഷുർ ചെയ്യാം. സോ ഇനി എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റഡി ലൂപ്പിലോട്ട് നിങ്ങൾ ഇനി വരേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാം മാറ്റിവെച്ച് നിങ്ങൾ എന്ത് ചെയ്തു, പഠിക്കാനായിട്ട് നിങ്ങൾ ഉറച്ച് തീരുമാനിച്ച് വന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് നിങ്ങൾ ഈ ഓറിയന്റേഷൻ സ്റ്റാർട്ട് ചെയ്തതോട് കൂടിയിട്ട് നിങ്ങൾ ആ ഒരു ലൂപ്പിലോട്ട് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ 1 by 1 ആയിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള റിസോഴ്സസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. നോട്ട്സ് എഴുതി വെക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ നോട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഡയറി ഒക്കെ കീപ്പ് ചെയ്തിട്ട് അതിൽ ഓരോ പേപ്പറിന്റെയും കുറച്ച് ഡെഡിക്കേറ്റഡ് ആയ സ്പേസ് മാറ്റി വെച്ചിട്ട് ചെറിയ ചെറിയ നോട്ട്സ് കാര്യങ്ങൾ കുത്തി കുറിക്കുന്നത് നമുക്ക് ഈ ഒരു പ്രോസസ്സുമായിട്ട് ഒന്ന് അസിമുലേറ്റ് ചെയ്യാനും റിലേറ്റ് ചെയ്യാനൊക്കെ തന്നെ പറ്റും. ചിലപ്പോൾ നമ്മുടെ ഈ നോട്ട്സ് ആയിരിക്കും പരീക്ഷയ്ക്ക് കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിട്ട്, കാരണം നമ്മൾ തന്നെ നമ്മുടെ ഓൺ ഭാഷയിൽ എഴുതുന്ന നോട്ട്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ റിവിഷൻ കാര്യങ്ങളിലൊക്കെ പറഞ്ഞ അഡീക്വറ്റ് ആയിട്ടുള്ള സമയം മാറ്റി വെക്കും. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സെഷനിലും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ 10 മിനിറ്റോ 15 മിനിറ്റോ നിങ്ങൾ ഇനീഷ്യലി മാറ്റി വെക്കുക ഡെയിലി. എന്നിട്ട് അത് പതിയെ പതിയെ കുറച്ച് സമയം കൂട്ടി കൂട്ടി കൊണ്ടുവരിക. എക്സാമിന്റെ സമയത്തോട്ട് ഒന്നും മാറ്റി വെക്കരുത്. അത് നമ്മുടെ ഒരുപാട് പിറകോട്ടടിക്കും, നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും. ലേൺവൈസിൽ ജോയിൻ ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണല്ലോ. അപ്പൊ അതിന് നമ്മൾ എല്ലാ ഹെൽപ്പും നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ റിവിഷൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഓരോ പിന്നെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാരിഫൈ ചെയ്യുക. മെന്റേഴ്സിനോട് LSCസിനോടൊക്കെ ചോദിച്ചിട്ട് ഡൗട്ടുകളൊക്കെ ക്ലാരിഫൈ ചെയ്ത് ആ ഒരു പ്രോസസ് ഇതുണ്ടല്ലോ, ഇതൊരു ലൂപ്പായിരുന്നു. പിന്നെ വേറൊരു പേപ്പർ എടുക്കുന്നു, അത് പഠിക്കുന്നു, നോട്ട് എഴുതുന്നു, റിവിഷൻ ചെയ്യുന്നു, ഡൗട്ട്സുകൾ ക്ലാരിഫൈ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ അതിലൂടെ ഇത് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇപ്പൊ പുതുവർഷമൊക്കെയാണ്, 2026 അപ്പൊ നമ്മളൊരു പുതിയ ഒരു റെസൊല്യൂഷൻ ഒക്കെ ആയിട്ട് നമ്മൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ തന്നെ ഡെയിലി ഇതിന് മാറ്റി വെക്കും. പിന്നെ ഒരു 2 ആഴ്ച 3 ആഴ്ച 1 മാസമൊക്കെ കഴിയുമ്പോൾ ജസ്റ്റ് സമയം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമുക്കറിയാം, നിങ്ങളുടെ റിയാലിറ്റി അറിയാം. നിങ്ങൾ പലരും വർക്ക് ചെയ്യുന്നവരാണ്, ഫാമിലി റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പല തിരക്കുകളുണ്ട്. പക്ഷെ അതിന്റെ അടക്കമൊക്കെ തന്നെ നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾക്ക് മാറ്റി വെക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ലൊരു അക്കാഡമിക് ലൈഫ് നമുക്ക് ലേൺവൈസ് ത്രൂ ഞങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ കോഓപ്പറേഷനും സഹകരണം അതിന് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ സഹകരണം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മെന്റേഴ്സും LSCസും ഒക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് അതിന് നല്ല റെസ്പോൺസ് കാര്യങ്ങൾ കൊടുക്കുക. വീക്കിലിയും ബൈ വീക്കിലിയും ഒക്കെ നിങ്ങളെ കോൾ ചെയ്യുമ്പോൾ അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, നിങ്ങളുടെ ഈ ഒരു ജേണി ഏറ്റവും സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. ഇനി മറ്റു കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് 1 by 1 ആയിട്ട് ഓരോ ടീം മെമ്പേഴ്സ് പറയുന്നതായിരിക്കും. നൗ ഐ വെൽക്കം അബൈ സർ ടു ലീഡ് ഫ്രം ഹിയർ. ഓവർ ടു യു അബൈ സർ. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് റൈസർ. ഓക്കെ, സോ റൈസർ വളരെ മനോഹരമായിട്ട് എങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയും ഓരോ മെറ്റീരിയൽസും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയും വളരെ മനോഹരമായിട്ട് തന്നെ സാർ സംസാരിച്ചിട്ടുണ്ട്. സോ അത് എവിടുന്ന് ആക്സസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയും, അതുപോലെ ഇപ്പൊ തന്നെ ലേൺവൈസിനെ പറ്റി പലരും അറിയാനിടയായിട്ടുണ്ടാകുക വ്യത്യസ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ത്രൂ, അതുപോലെ തന്നെ ഫ്രണ്ട്സ് ത്രൂ, ഫാമിലി ത്രൂ ഒക്കെ തന്നെയാണ്. അപ്പം ഇതിനോടകം തന്നെ നമ്മളുടെ വ്യത്യസ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെ ഓരോ അക്കൗണ്ടുകളും അതുപോലെ ചാനലും എല്ലാം തന്നെ നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും തന്നെയാണ് കരുതുന്നത്. എന്നിരുന്നാലും ആർക്കെങ്കിലും ഏതെങ്കിലും ഒക്കെ തന്നെ ചാനലോ അല്ലെങ്കിൽ അക്കൗണ്ടോ മിസ്സായിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലൂടെ നിങ്ങളൊരു മെമ്പർ ആവണമെന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് പറയാനും, അതിൻ്റെ ഒപ്പം തന്നെ അത് എന്തുകൊണ്ട് യൂസ്ഫുൾ ആവുന്നു എന്നുള്ളൊരു കാര്യവും കൂടെ, ഓരോ ചാനലായാലും ഓരോ അക്കൗണ്ട് ആയാലും നമ്മൾ തുടങ്ങുന്നതിനും നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നതിനും കൃത്യമായിട്ടുള്ള റീസൺസ് ഉണ്ടാവും. സോ ആ റീസൺസ് എന്താണെന്നുള്ളതും അതിൽ കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ ആവശ്യകതയെ പറ്റിയും ഞാൻ സംസാരിക്കുന്നുണ്ടാവും. ഓൾസോ ഓൾറെഡി എല്ലാവരും തന്നെ ഇതിനോടകം ആപ്പിൽ ക്ലാസ്സുകളൊക്കെ തന്നെ ആക്സസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. എന്നിരുന്നാലും ആപ്പിന്റെ ഓരോരോ അറിഞ്ഞിരിക്കേണ്ട യൂട്ടിലിറ്റീസ് എല്ലാം തന്നെ ഞാൻ സംസാരിച്ച് പോകുന്നതായിരിക്കും. സോ പ്രധാനമായിട്ടും നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ്
നമുക്ക് ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിനകത്ത് വ്യത്യസ്ത ടൂൾസ് വരുന്നുണ്ട്. അതല്ലാതെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പ്ലാറ്റ്ഫോംസിലൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കോണ്ടന്റ്, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലേണേഴ്സിലേക്ക് എത്തുന്നതിനായിട്ട് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. സോ അതെങ്ങനെ ആക്സസ് ചെയ്യാം, ഓരോന്നും ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ആക്സസ് ചെയ്യേണ്ടത്, ഓരോന്നിന്റെയും നെസസിറ്റി എന്താണ്, ആവശ്യകത എന്താണെന്നുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു പോവുക. സോ ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം കറന്റ് നമുക്കറിയാം മൊബൈൽ ആപ്പ് ത്രൂ തന്നെയാണ് എല്ലാവരും ക്ലാസ്സുകൾ കാണുന്നുണ്ടാവുക. അതല്ലെങ്കിൽ പിന്നീട് ഒരു ഓപ്ഷൻ ഉള്ളത് വിൻഡോസ്, നമുക്ക് കമ്പ്യൂട്ടർ ത്രൂ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ത്രൂ കാണാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആപ്പും ഉണ്ട്, അതുപോലെ തന്നെ അതിൽ ക്ലാസ്സുകളും ബാക്കി മെറ്റീരിയൽസും എല്ലാം തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലേൺവൈസിന്റെ വെബ്സൈറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. യൂട്യൂബ് ചാനൽ ഓൾറെഡി എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. എന്നിരുന്നാലും അതിലെ പ്രധാനപ്പെട്ട പ്ലേലിസ്റ്റുകളും അതുപോലെ ചാനലും നമ്മളൊന്ന് ഗോ ത്രൂ ചെയ്യുന്നുണ്ടാവും ക്വിക്കായിട്ട് തന്നെ. ഇനി ഇൻസ്റ്റാഗ്രാമിൽ ലേൺവൈസിന്റെ പ്രസൻസ് നമുക്ക് ഇതിലൂടെ തന്നെ കാണാൻ സാധിക്കും. ആൻഡ് വാട്സാപ്പ് ചാനലിലെ ഒരു ഗ്ലിംസ് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളൊരു കാര്യവും ഞാൻ പറയുന്നുണ്ടാവും. സോ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഇതെല്ലാം ഞാൻ വളരെ ക്വിക്കായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നതുമായിരിക്കും. സോ ആദ്യം തന്നെ നമുക്ക് ആപ്ലിക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇനിയും ഇതിനോടകം തന്നെ എനിക്ക് തോന്നുന്നു ആരും തന്നെ ഉണ്ടാവില്ല ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരായിട്ട്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ലേൺവൈസ് തന്നെ സെർച്ച് ചെയ്യുക. ലേൺവൈസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആൻഡ് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിൽ എന്ത് ഡിഫിക്കൽട്ടി നേരിടുന്നുണ്ടെങ്കിലും ഉടനെ തന്നെ മെൻഡറെ LSEM കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട്, ഇനിയിപ്പോൾ iOS-ലാണെങ്കിലും കൃത്യമായിട്ടുള്ള ലിങ്കും ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ള കാര്യം, ഇനി ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യമായുള്ള ലിങ്കും എല്ലാം തന്നെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും. അതനുസരിച്ച് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാവും. ഇനി നെക്സ്റ്റ് എങ്ങനെ ലോഗിൻ ചെയ്യാം എന്നുള്ളത്. നമ്മളിപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ വരുന്നത്. ഒന്ന് വാട്സ്ആപ്പ് ലോഗിൻ ആണ്, രണ്ടാമത്തത് OTP ലോഗിൻ ആണ്, മൂന്നാമത്തത് ഇമെയിൽ ലോഗിൻ ആണ്. ഇതിൽ 99.99% ആൾക്കാരും യൂസ് ചെയ്യുന്നത് OTP ലോഗിൻ തന്നെയാണ്. കാരണം ഏറ്റവും ക്വിക്കും ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, നമ്മളുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആപ്പിലേക്ക് ആക്സസ് ആയി. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പർ, നമ്മൾ ഏതൊരു നമ്പറിലാണോ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആ നമ്പർ തന്നെ വേണം നമ്മൾ എൻ്റർ ചെയ്യാൻ. ഒരുപക്ഷെ നമുക്ക് 2 നമ്പറുള്ള സാഹചര്യത്തിൽ നമ്മൾ മറ്റൊരു നമ്പറിൽ നിന്ന് എൻ്റർ ചെയ്യാൻ നോക്കിയേക്കും. പക്ഷെ ആ സാഹചര്യത്തിൽ നമുക്ക് മേ ബി കോഴ്സിലേക്ക് ആക്സസ് കിട്ടും. കോഴ്സിലേക്ക് എന്ന് വെച്ചാൽ ആപ്പ് നമുക്ക് ആപ്പിൽ കയറാൻ പറ്റുമായിരിക്കും, പക്ഷെ അവിടെ കോഴ്സ് കാണണമെന്നില്ല. നമ്മളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ തന്നെ ഏത് നമ്പറിലാണോ നമ്മൾ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആ നമ്പറിൽ തന്നെ കയറിയാലാണ് നമ്മൾക്ക് നമ്മുടെ പർച്ചേസ്ഡ് കോഴ്സ് കാണാൻ സാധിക്കുക. ഇനി OTP-യിൽ കാര്യമായി ഡിലേ ഒന്നും തന്നെ വരാറില്ല. ഡിലേ ഉണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് ആപ്പിൽ OTP യൂസ് ചെയ്തുകൊണ്ട് കയറാവുന്നതാണ്. ഇനി അങ്ങനെ നമ്മൾ ആപ്പിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കാണാൻ സാധിക്കും അല്ലേ. ഞാൻ എന്നെ തന്നെ ഒന്ന് ഹൈഡ് ചെയ്യാം, സോ ദാറ്റ് എല്ലാവർക്കും ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ആപ്പിന്റെ ഏറ്റവും താഴെയായിട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ ഉള്ള ആ ഒരു സ്ക്രീനാണ് ഹോം സ്ക്രീൻ. സോ അവിടെ ഹോമിൽ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ തൊട്ടിപ്പുറത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബാച്ചസ് ആണ്. സോ ബാച്ചസിൽ ഇപ്പം വിത്ത് മെന്റർഷിപ്പിലെ ലേണേഴ്സ്, അതായത് ലൈവ് ബാച്ചസ് ഒക്കെ തന്നെ അല്ലെ ലൈവ് ക്ലാസ്സസ് ആക്സസിബിൾ ആയിട്ടുള്ള ലേണേഴ്സിനെ സംബന്ധിച്ച് ബാച്ചസിനകത്ത് ഒരു ബാച്ച് ഉണ്ടാവും. ആ ബാച്ചിനകത്ത് വരുന്ന അനൗൺസ്മെന്റ്സ് ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് ലൈവ് ക്ലാസിന്റെ ലിങ്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ വിത്ത് മെന്റർഷിപ്പിലുള്ള ലേണേഴ്സ് ബാച്ചസ് എന്നുള്ള ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മെന്റേഴ്സിനെ കണക്ട് ചെയ്യുക. ഇനി ബാച്ചസ് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് കാണാം സ്റ്റോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റോറിൽ ലേൺവൈസിലെ മൊത്തം കോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതൊക്കെ കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ കോഴ്സുകളെല്ലാം തന്നെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇനി സ്റ്റോറിന്റെ തൊട്ട് സൈഡിലായിട്ടുള്ള ഓപ്ഷനാണ് ചാറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ആപ്പിൽ കയറുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ആപ്പിൽ കയറിയപ്പോൾ പെട്ടെന്ന് തോന്നിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചാറ്റിൽ ചോദിക്കാവുന്നതാണ്. ആൻഡ് ഫൈനലി പ്രൊഫൈൽ, നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ ഇമെയിൽ ID അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് സേവ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷനാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ ഹോം സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും പർച്ചേസ്ഡ് കോഴ്സസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഹോം സ്ക്രീനിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആപ്പിലേക്ക് കയറി ഉടനെ തന്നെ ഏകദേശം സെൻട്രലായിട്ട് പർച്ചേസ്ഡ് കോഴ്സസ് പറഞ്ഞിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ആ ഒരു കോഴ്സ് അവിടെ കാണാൻ സാധിക്കും. സോ ആ കോഴ്സിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെ സ്റ്റാർട്ട് ലേണിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ പഠിക്കാനുള്ള കോണ്ടന്റ്സ് ഉള്ള ആ ഒരു വിൻഡോയിലേക്ക് പോകാൻ പറ്റും. സോ അവിടെ വരുമ്പം ആദ്യം തന്നെ ഓവർവ്യൂ എന്നുള്ള ഒരു ഓപ്ഷനാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു സർക്കിളിനകത്തായിട്ട് കാണുന്നില്ലേ, ഓവർവ്യൂ അതിന്റെ തൊട്ടിപ്പുറത്തുണ്ട്. ഓവർവ്യൂവിലായിരിക്കും ഒരു പക്ഷേ ആദ്യം ഉണ്ടാവുക. അത് കണ്ടന്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും കോണ്ടന്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ആദ്യം തന്നെ ഹോം കഴിഞ്ഞാൽ പർച്ചേസ്ഡ് കോഴ്സസ് കാണാൻ പറ്റും. പർച്ചേസ്ഡ് കോഴ്സസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഓവർവ്യൂവിലേക്ക് പോയേക്കും. ഓവർവ്യൂവിന്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഓവർവ്യൂവിന്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ കോണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി അതിൽ ഓൾറെഡി ഓരോ മെറ്റീരിയലിനെ പറ്റിയും ഓരോ സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി റൈസർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ജസ്റ്റ് ഒരു ബ്രീഫ് ഓവർവ്യൂ ആണ് ഞാൻ തരുന്നത്. നമ്മൾക്ക് ഈ ഒരു കോണ്ടന്റ് പാർട്ടിൽ വന്നു കഴിഞ്ഞാൽ അതാത് സെമസ്റ്റർ വൈസ് കോഴ്സ് ഉള്ളവർക്ക് സെമസ്റ്റർ വൈസ് ആയിട്ടും ഇയർ വൈസ് ഉള്ളവർക്ക് ഇയർ വൈസ് ആയിട്ടുമായിരിക്കും കോണ്ടന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇനി അതിൽ തന്നെ ഓരോ സെമസ്റ്റർ വൈസ് ആയാലും ഇയർ വൈസ് ആയാലും ഓരോരോ സബ്ജക്ട്സിൽ കയറി നോക്കുമ്പോൾ അതിൽ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ആയിട്ടാണ് നമ്മൾ കണ്ടന്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമുക്കറിയാം ഇഗ്നുവിൽ വലിയ ഒരു സെക്ഷൻ എന്നുള്ളത് ബ്ലോക്ക് ആയിട്ടും ആ ബ്ലോക്കിനകത്ത് തന്നെ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് എന്നുള്ള രീതിയിലുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ കൃത്യമായിട്ട് അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ആപ്പിനകത്തും നമ്മൾ ഓരോ മെറ്റീരിയൽസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ആ മെറ്റീരിയൽസിനോടൊപ്പം തന്നെ നമ്മൾക്ക് ആവശ്യമായുള്ള വാല്യൂ ആഡഡ് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അസൈൻമെന്റിന് ആവശ്യമായുള്ള അസൈൻമെന്റ് ഗൈഡ് ബുക്സ് ഓൾറെഡി റൈസർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എക്സാമിന് ആവശ്യമായുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അൾട്ടിമേറ്റ് അനാലിസിസ് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ മറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഇപ്പൊ അനൗൺസ്മെന്റ് പോയി കഴിഞ്ഞാലാണ് നമ്മൾക്ക് ലൈവിന്റെ ലിങ്ക് കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഈ ഒരു പെർച്ചേസ്ഡ് കോഴ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആ ഒരു കാര്യം എല്ലാവരും നോട്ട് ചെയ്യുക. വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൽ ഓരോ മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ഓരോ മെറ്റീരിയൽസും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ഓൾറെഡി റൈസർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. ആൻഡ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുത്തു പോകാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി അതിൽ ഒരുപക്ഷെ എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മെന്ററേയും അതുപോലെ തന്നെ LSEയും കണക്ട് ചെയ്യുക. ലേണർ സക്സസ് എക്സിക്യൂട്ടീവ്സ് ആയാലും മെന്റേഴ്സ് ആയാലും അത് കൃത്യമായിട്ട് ഗൈഡ് ചെയ്തു തരുന്നുണ്ടാവും എങ്ങനെയാണ് ഓരോ മെറ്റീരിയലിലേക്ക് നമുക്ക് എത്തേണ്ടത് എന്നുള്ളൊരു കാര്യം. ഇനി ലൈവ് സെഷനിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് ബാച്ചസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആപ്പിന്റെ താഴെയായിട്ട് ജസ്റ്റ് പുറകോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം, താഴെയായിട്ട് ബാച്ചസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെ. ഇവിടെ ഈ ബാച്ചസിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അനൗൺസ്മെന്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ അനൗൺസ്മെന്റ്സ് കയറി കഴിഞ്ഞാലാണ് നമുക്ക് ലൈവ് പ്രോപ്പർ ആയിട്ട് അതിന്റെ ലിങ്ക് ആക്സസ് ചെയ്യാനും ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ലൈവിന്റെ ഭാഗമാവാനും സാധിക്കുക. സോ വിത്ത് മെന്റർഷിപ്പിലെ ലേണേഴ്സ് അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അനൗൺസ്മെന്റ്സിലാണ് ലിങ്ക് വരിക. ആ ലിങ്കിൽ കയറി വേണം നമ്മളുടെ ലൈവ് അറ്റൻഡ് ചെയ്യാൻ. സോ ഈ കാണുന്നതാണ് അനൗൺസ്മെന്റ്സ് ആൻഡ് അതിനകത്തായിട്ട് ലിങ്ക് വരുന്നുണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടാണ് അതാത് സബ്ജക്ട്സിന്റെയും ലൈവ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക. നൗ അതിൽ ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആപ്പിൽ കയറുമ്പോൾ ഞാൻ പറഞ്ഞു സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സസ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടോ കാണുകയാണെങ്കിൽ ചാറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ചാറ്റ് ഫീച്ചറും നമ്മൾ കയറുന്ന ഹോം സ്ക്രീനിന്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഇനി ആപ്പിന്റെ കാര്യം എനിക്ക് തോന്നുന്നു ഇതെല്ലാം തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി ആപ്പിൽ ബാക്കി സംശയങ്ങൾ എന്തുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു മെന്റേഴ്സിനെയും LSEസിനെയും കണക്ട് ചെയ്യാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ ഗൈഡ് ചെയ്ത് തരുന്നുണ്ടാവും. ഇനി കമ്മിങ് ടു വെബ്സൈറ്റ്, ലേൺവൈസിന്റെ വെബ്സൈറ്റും ജസ്റ്റ് ഒന്ന് ഇപ്പൊ തന്നെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ലേൺവൈസിൻ്റെത്. സോ അതിൽ വന്നു കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഈ ക്വിക്ക് ലിങ്ക്സ് ത്രൂ, അതായത് ഈ കോഴ്സസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഡിഗ്രി കോഴ്സുകളും PG കോഴ്സുകളും എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ആൻഡ് ബാക്കി റിസോഴ്സുകളൊക്കെ തന്നെ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായുള്ള പല വീഡിയോസും അതിന്റെ ലിങ്കും അതിന്റെ യൂട്യൂബിലേക്ക് പോകാനുള്ള ഓപ്ഷനും എല്ലാം തന്നെ നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കോഴ്സിന്റെ കാര്യമായാലും അതുപോലെ പോസ്റ്റുകളായാലും നമ്മുടെ ലേണേഴ്സിന്റെ ടെസ്റ്റിമോണിയൽസ് ആയാലും ഒക്കെ തന്നെ നമ്മൾക്ക് അത് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് കാണാവുന്നതാണ്. ഈ വെബ്സൈറ്റ് ഞാൻ കാണിച്ചു തരുന്നുണ്ടാവും. ഈ ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം ഞാൻ ഉടനെ തന്നെ വെബ്സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ലേൺവൈസിനെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയാനിടയാവുന്ന ഒരു ചാനലാണ് വിച്ച് ഇസ് ലേൺവൈസ് യൂട്യൂബ് ചാനൽ. സോ ലേൺവൈസ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ രാജ്യത്തെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളിൽ ഒന്നാണ്. ആൻഡ് അതിൽ ഇഗ്നു സംബന്ധിച്ചുള്ള നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആൻഡ് ലേൺവൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഇനീഷ്യേറ്റീവ്സിന്റെയും ഗ്ലിംസ് കിട്ടുന്നതിനായിട്ടും ഇനി കുറെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇഗ്നോ യാത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ഇഗ്നോ യാത്ര എന്നുള്ളൊരു പ്ലേലിസ്റ്റ് കവർ ചെയ്യുന്നത് ഇഗ്നോന് കേരളത്തിലുള്ള എല്ലാ എക്സാം സെന്റേഴ്സും കവർ ചെയ്യുന്ന, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്റ്റഡി സെന്റേഴ്സും ഒക്കെ തന്നെ കവർ ചെയ്യുന്ന, നമ്മൾ അവിടെ പോയിട്ട് എങ്ങനെ പോകണം, എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ബസ് വഴി പോവുകയാണെങ്കിൽ എവിടെ പോകണം, ട്രെയിൻ വഴിയാണെങ്കിൽ എങ്ങനെ പോകണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സീരീസ് ആണ് ഇഗ്നോ യാത്ര എന്ന് പറയുന്നത്. അത്
ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വേറൊരു രീതിയിലും ആ ഒരു ടൈപ്പ് ഓഫ് കോണ്ടന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പൊ അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ മറ്റനേകം യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലേലിസ്റ്റുകളും നമ്മൾക്ക് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഏറ്റവും ആദ്യം യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ടാവും. അപ്പം കുറച്ചുകൂടെ കാര്യങ്ങൾ വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കണം എന്നുള്ളവരെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ്. ഇനി അത് കൂടാതെ ഏറ്റവും കൂടുതൽ ലേൺവൈസിന്റെ പ്രസൻസ് അറിയാൻ സാധിക്കുന്ന 2 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് ഒന്ന് ഇൻസ്റ്റാഗ്രാമും, രണ്ടാമത്തത് വാട്സ്ആപ്പ് ചാനലുമാണ്. സോ ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാലും മോർ ദാൻ 50,000 ഓഫ് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ട്. ആൻഡ് ആ ഒരു ഫോളോവേഴ്സ് വന്നിരിക്കുന്നത് ഇഗ്നോയുടെ അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് മാത്രമാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ വളരെ ക്വിക്ക് ആയിട്ട്, ഇപ്പൊ ഇതിൽ തന്നെ പലരും കൂടുതലായിട്ട് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരായിരിക്കാം, മറ്റു കുറെ പേര് യൂട്യൂബ് യൂസ് ചെയ്യുന്നവരായിരിക്കാം. ഇനി ഇതൊന്നുമല്ല, വാട്സപ്പ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും നമ്മൾക്ക് വാട്സാപ്പിലും ലേൺവൈസിന്റെ ചാനൽ ഉണ്ട്. ആ ചാനലിൽ നിങ്ങൾ ഒരു ഫോളോവർ ആയിട്ടുണ്ടെങ്കിൽ ഏറ്റവും അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഓൺ ടൈം ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ലേൺവൈസ് വാട്സ്ആപ്പ് ചാനൽ ത്രൂ ലഭിക്കുന്നതായിരിക്കും. അപ്പം മിനിമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലേൺവൈസ് വാട്സ്ആപ്പ് ചാനൽ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാം. കാരണം നമ്മളിലേക്ക് ആ മെസ്സേജ് എത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പം അതിലൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സാപ്പിലേക്ക് അത് എത്തും. ഇനി ഇൻസ്റ്റാഗ്രാം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ലേൺവൈസിനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയണം എന്നുള്ളവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇനി ഞാൻ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഇത് എന്നുള്ള ഒരു കാര്യം ആസ് എൻ നമ്മുടെ ഒരു ലൈവ് ആയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ ഷെയർ ചെയ്യാം. സോ ഇതാണ് നമ്മളുടെ ഇത് നമ്മളുടെ ആപ്പ് പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷൻ ആണ്. സോ നെക്സ്റ്റ് നമുക്ക് വെബ്സൈറ്റിലേക്ക് പോകാം. വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കോഴ്സസ് എടുത്തു കഴിഞ്ഞാൽ PG കോഴ്സുകളും ഡിഗ്രി കോഴ്സുകളും അതുപോലെ തന്നെ NIOSന്റെ കോഴ്സും എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദിസ് ഇസ് ദ വെബ്സൈറ്റ്. ഇനി അടുത്തത് നമ്മുടെ ലേൺവൈസ് യൂട്യൂബ് ചാനലാണ്. സോ യൂട്യൂബ് ചാനൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ എല്ലാം നമുക്കിവിടെ കാണാം. ആൻഡ് പ്ലേലിസ്റ്റുകൾ വ്യത്യസ്തമായിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒട്ടനേകം പ്ലേലിസ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാം റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ ഗൈഡൻസിനും അതുപോലെ തന്നെ എക്സാം സെന്റർ കണ്ടുപിടിക്കുന്നതിനും മറ്റ് അസിസ്റ്റൻസ് പാർട്ടിലും നമ്മൾക്ക് അവിടെ ഒരുപാട് പ്ലേലിസ്റ്റുകൾ കാണാൻ സാധിക്കുന്നതാണ്. നമ്മളുടെ കോൺവൊക്കേഷൻ ഒക്കെ കവർ ചെയ്തിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ആണ് ഈ കാണുന്നത്. സോ സമയം കിട്ടുമ്പോൾ ഞാനിത് ഇപ്പൊ പറഞ്ഞാൽ എല്ലാ പ്ലേലിസ്റ്റും എടുത്ത് കാണിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സമയം ഈ ഒരു മീറ്റിംഗിൽ ഉണ്ടാവില്ല. സോ സമയം കിട്ടുന്ന എല്ലാവരും തന്നെ ഇതിലെ വ്യത്യസ്ത പ്ലേലിസ്റ്റുകൾ, യൂസ്ഫുൾ ആവുന്ന പ്ലേലിസ്റ്റുകൾ നോക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക. ഇഗ്നോ യാത്ര, അതുപോലെ തന്നെ കോൺവൊക്കേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം, രജിസ്ട്രേഷൻ പാർട്ടിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതും, പിന്നെ എക്സാമിലേക്ക് വരുമ്പോഴുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൽ വ്യത്യസ്ത പ്ലേലിസ്റ്റുകളായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസ് ഒരു പാർട്ടും ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ അതൊക്കെ തന്നെ ചെക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലാണ്. സോ ഇവിടേക്ക് വരുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ഇതിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. സോ ഇൻസ്റ്റാഗ്രാം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. സ്റ്റോറി ആയിട്ടും അതുപോലെ തന്നെ വീഡിയോസ് ആയിട്ടും നിങ്ങൾക്ക് അറിയേണ്ടുന്ന എല്ലാ വിവരങ്ങളും നിങ്ങളിലേക്ക് കൃത്യമായിട്ട് ഇൻസ്റ്റാഗ്രാം ത്രൂവും എത്തുന്നുണ്ടാവും. നെക്സ്റ്റ് നമ്മുടെ വാട്സ്ആപ്പ് ചാനലാണ്. സോ വാട്സ്ആപ്പ് ചാനൽ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാം മോർ ദാൻ 35,000 ഫോളോവേഴ്സ് ഉണ്ട് ഇതിൽ. സോ ഇതിൽ ഏറ്റവും ക്രിസ്പായിട്ട് ഏറ്റവും ക്വിക്ക് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ടുന്ന അപ്ഡേറ്റ്സുകൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒന്നും തന്നെ വരില്ല. ഇതിൽ ഇവന്റ്സിനെ പറ്റിയും അതുപോലെ തന്നെ ഇഗ്നോ ഇവന്റ്സിനെ പറ്റിയും ഉള്ള ഡീറ്റെയിൽസ് തന്നെയാണ് വരിക. സോ ഇതിൽ എന്തായാലും എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴേ ഉറപ്പായിക്കോളൂ. ഇവിടെ വന്നിട്ട് ലേൺവൈസ് തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതിയാവും. സോ നിങ്ങൾക്ക് ചാനൽസിൽ പോയിട്ട് ലേൺവൈസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി ഇതിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. സോ ഇതാണ് സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ട് ഇപ്പം ഓരോരുത്തർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ലേൺവൈസിന്റെ ഓരോരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാമെന്നുള്ളതിനെ പറ്റി ഉള്ള ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത്. സോ ആ ഒരു പാർട്ട് വളരെ ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ അതില് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, വാട്സാപ്പ് കൺവീനിയന്റ് ആയിട്ടുള്ളവർ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം കൺവീനിയന്റ് ആയിട്ടുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ആപ്പിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരൊറ്റ കാര്യം കൂടെ പറയാനുള്ളത്, നമുക്ക് അറിയാം ആപ്പാണ്. സോ അതുകൊണ്ട് തന്നെ അതിൽ വ്യത്യസ്ത അപ്ഡേറ്റ്സ് വന്നേക്കും. ആൻഡ് ആ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, മേ ബി അതിൽ എന്തെങ്കിലും ഒരു രീതിയിലൊരു ഗ്ലിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ
ഒരു ഒരു പ്രോബ്ലം തോന്നിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഏതെങ്കിലും അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് അപ്ഡേറ്റ് ആവാനുണ്ട്, ഈസിലി അറിയാൻ പറ്റും. അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇനി സപ്പോസ് അപ്ഡേറ്റ് ഇല്ലെങ്കിൽ ഉടനെ തന്നെ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക, ഒരു വട്ടം അൺഇൻസ്റ്റാൾ ചെയ്ത ശേഷം വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യുക, അതുപോലെ തന്നെ റീ ലോഗിൻ ചെയ്യുക. ഇനി ആ ഒരു പാർട്ട് വർക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒന്ന് ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഈവൻ ഇഫ് അറ്റ് ഓൾ, അതായത് ഒരു 99.99% ഇഷ്യൂസും ഈ ഒരു അൺഇൻസ്റ്റാൾ കൊണ്ടും അതുപോലെ തന്നെ അപ്ഡേറ്റ്സ് ചെയ്ത് കഴിഞ്ഞാലും മാറുന്നതാണ്. ഇനി അതല്ല, ഇപ്പം ഏതെങ്കിലും ഡിവൈസ് സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഒരു പക്ഷേ വന്നേക്കാം. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട്, അതായത് മറ്റൊരു ഫോണിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് അത് കൃത്യമായിട്ട് മെന്റർക്കും LSCക്കും ഷെയർ ചെയ്യുക. അതിന് കൃത്യമായിട്ട് ടെക്നിക്കൽ ടീമിന്റെ ഭാഗത്തു നിന്നുള്ള അസിസ്റ്റൻസോട് കൂടി തന്നെ അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളത് സോൾവ് ചെയ്യുന്നതായിരിക്കും. സോ ആ രീതിയിലാണ്, സപ്പോസ് ഏതെങ്കിലും രീതിയിൽ ഒരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടി നേരിടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെന്ററേയും LSCയും കണക്ട് ചെയ്യുക. ഒരുവിധം എല്ലാ ക്വയറീസും മെന്ററും LSCയും തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ടാവും. ഇനി സപ്പോസ് ഇനി അതിൽ ഈ പറഞ്ഞ പോലെ ഫർദർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ഇമേജസ് ഷെയർ ചെയ്തുകൊണ്ട് ടെക്നിക്കൽ ടീമിനെ തന്നെ ടെക്നിക്കൽ ടീം നിങ്ങൾ ഓരോരുത്തരെയും സമീപിക്കുന്നതായിരിക്കും. നൗ ആ ഒരു ടൂൾസ് യൂസ് ചെയ്യുന്ന പാർട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഒരു പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ലേൺവൈസ് ഫങ്ഷണലായിട്ട് പോകുന്നതിന് ഒട്ടനേകം ടീംസിന്റെ, ഒട്ടനേകം മെമ്പേഴ്സിന്റെ ഒരു സപ്പോർട്ടോടു കൂടിയും അവരുടെ ഒരു എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് ഇതിൽ ഓരോ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്, ഓരോ രീതിയിലും ഓരോ കോണ്ടന്റ് നിങ്ങളിലേക്ക് എത്തുന്നത്, അതിന്റെ ഗൈഡൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. ഇതെല്ലാം തന്നെ വ്യത്യസ്ത ടീംസിന്റെ ഒരു കോർഡിനേറ്റഡ് എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ്. സോ ഈ ഒരു സെഷനിൽ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാത് ടീമും ആൻഡ് ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ നിന്നുള്ളൊരു കാര്യം, അത് വളരെ ക്വിക്കായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. സോ ആദ്യം തന്നെ പറയേണ്ടത് ലേണർ എക്സ്പീരിയൻസ് ടീമിനെ പറ്റിയാണ്. സോ ലേണർ എക്സ്പീരിയൻസ് ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ ഇപ്പം നിങ്ങളുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവർ തന്നെയാണ് നമ്മളുടെ മെന്റേഴ്സും LSCസും അതുപോലെ തന്നെ റിതം കോർഡിനേറ്റേഴ്സും എല്ലാം തന്നെയാണ് നമ്മളുടെ ലേണർ എക്സ്പീരിയൻസ് ടീം എന്ന് പറയുന്നത്. സോ ലേണർ എക്സ്പീരിയൻസ് ടീമിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ ലേണറെയും കൃത്യമായ ഒരു റുട്ടീൻ ഫോളോ ചെയ്യാൻ പറഞ്ഞുകൊണ്ട്, കൃത്യമായിട്ടുള്ള ടോപ്പിക്സ് അസൈൻ ചെയ്തുകൊണ്ട് അതെല്ലാം തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ചും, നമ്മൾ ഇപ്പം റേസർ പറഞ്ഞിരുന്നു, നമ്മൾ പലപ്പോഴും ലേണേഴ്സിനെ കണക്ട് ചെയ്ത് പഠിച്ചോ എന്ന് ചോദിക്കുന്നത് ആ ഒരു കണ്ടിന്യൂറ്റി, ആ ഒരു സ്റ്റാർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാനും അതുപോലെ ആ കണ്ടിന്യൂറ്റി കൊണ്ടുവരുന്നുണ്ട് സ്റ്റഡീസിലേക്ക് എന്നുള്ളത് എൻഷുർ ചെയ്യുന്നതിനായിട്ടുമാണ്. അപ്പൊ ആ രീതിയിൽ അങ്ങനെ കണക്ട് ചെയ്ത് ആ ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG എന്നുള്ള ഗോളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ലേണർ എക്സ്പീരിയൻസ് ടീമിലേക്ക് വരുമ്പോൾ അവരുടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഗോള്. കോൺസ്റ്റന്റ് കണക്ടിവിറ്റിയിലൂടെ ഒരു റുട്ടീൻ സെറ്റ് ചെയ്തും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നുകൊണ്ടും ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ പല പോയിന്റിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സെൽഫ് ഡൗട്ട് ഉണ്ടാവാം. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങളുമായിട്ട് തന്നെ അല്ലെ അക്കാഡമിക്കലി പല രീതിയിലുള്ള ഡിഫിക്കൽട്ടീസ് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പൊ അങ്ങനെ ഏതൊരു സ്റ്റക്ക് ആവുന്ന മൊമെന്റിലും എത്രയും പെട്ടെന്ന് ലേണർ സക്സസ് എക്സിക്യൂട്ടീവിന്റെയും അതുപോലെ തന്നെ മെന്റേഴ്സിന്റെയും അസിസ്റ്റൻസ് തേടുക. അവർക്ക് കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും പറ്റും. അതിന് എനേബിൾ ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് ലേണർ എക്സ്പീരിയൻസ് ടീം എന്ന് പറയുന്നത്. സോ ആ രീതിയിൽ നിങ്ങൾ സ്റ്റക്ക് ആവുന്ന മൊമെന്റിൽ കൃത്യമായിട്ട് റീച്ച് ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഡിഫിക്കൽട്ടി കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസും എല്ലാം തന്നെ ലേണർ എക്സ്പീരിയൻസ് ടീമിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടാവും. ഇനി നിങ്ങളുടെ ഗ്രോത്ത്, ഇപ്പൊ നമ്മൾ ഒരു ഫസ്റ്റ് ഇയറിൽ ഒരു കോഴ്സ് പഠിച്ചു തുടങ്ങുന്ന പോലെ അല്ല സെക്കൻഡ് ഇയറിലേക്കും തേർഡ് ഇയറിലേക്കും വരുമ്പോൾ. അപ്പൊ അവിടെയുള്ള നിങ്ങളുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട്, നിങ്ങൾ എത്രത്തോളം ഒരു പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യുന്നതും നമ്മളുടെ ലേണർ എക്സ്പീരിയൻസ് ടീം തന്നെയായിരിക്കും. സോ ദാറ്റ് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർഡ് ആണെന്നുള്ള ഒരു അഷുറൻസ് അത് നമ്മളുടെ ലേണർ എക്സ്പീരിയൻസ് ടീം ആണ് കൊണ്ടുവരുന്നത്. സോ ആ രീതിയിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ മെന്ററെ കണക്ട് ചെയ്യാനുള്ള ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ, അല്ലെ LSCയെ കണക്ട് ചെയ്യാനുള്ള ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിച്ച ശേഷം തന്നെ ആണ് നിങ്ങൾ തയ്യാറായിട്ടിരിക്കുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യുക. കാരണം എന്തായാലും വിളി വരുമ്പോൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ അത് മാത്രം ഓർത്ത് പഠിച്ച് കോഴ്സ് ക്ലിയർ ചെയ്ത ഒരുപാട് പേര് നമുക്ക് ലേൺവൈസിൽ തന്നെ ഉണ്ട്. സോ അലുമിനി മീറ്റ് ഒക്കെ തന്നെ വരുമ്പോൾ അത് എനിക്ക് തോന്നുന്നു അവരിൽ നിന്ന് തന്നെ അതൊരു പക്ഷേ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. സോ അങ്ങനെ ഒരു ഫോളോ അപ്പിലൂടെയും അങ്ങനെ ഒരു സപ്പോർട്ടിലൂടെയുമാണ് പലപ്പോഴും നമ്മളുടെ ഈ ഒരു ഗോൾ എന്നുള്ളത് യാഥാർത്ഥ്യമാവുക. അപ്പൊ അതിന് ഏറ്റവും കൂടുതലായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന ഒരു ടീമായിട്ട് തന്നെയാണ് നമ്മുടെ ലേണർ എക്സ്പീരിയൻസ് ടീം കറന്റ്ലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ എന്നിരുന്നാലും സമയപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അടുത്തൊരു ഡിവിഷനിലേക്ക് കടക്കുകയാണ്, വിച്ച് ഇസ് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ടീം.
അപ്പൊ നമ്മളുടെ ഇഗ്നോ മൈൽ സ്റ്റോണുകൾ, നമുക്ക് ഇഗ്നോയിൽ രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട്, റീ രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട്, എക്സാം രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട്, അസൈൻമെന്റിന്റെ സബ്മിഷൻ ഉണ്ട്. അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾക്ക് ഈ ഒരു നമ്മൾക്ക് ഫെമിലിയർ അല്ലാത്ത, പഠിക്കാൻ പറഞ്ഞാൽ നമ്മൾ പഠിക്കുമായിരിക്കും, പക്ഷേ എന്നിരുന്നാലും ഈ രജിസ്ട്രേഷൻ പാർട്ടിൽ ചിലപ്പോൾ നമ്മൾ അത്ര ഫെമിലിയർ ആവണമെന്നില്ല. സോ അവിടെ എല്ലാവരുടെയും രജിസ്ട്രേഷൻ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. അതും നമുക്കറിയാം, ഇതിനൊക്കെ ഡെഡ് ലൈൻസ് ഉണ്ട്, ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം. 15 വരെ ഇപ്പം നീട്ടിയിട്ടുണ്ട്, അല്ലെ 30 വരെ നീട്ടിയിട്ടുണ്ട് എന്നുള്ള പറയുന്ന പോലൊക്കെ തന്നെ ആ സമയത്തിനുള്ളിൽ ഇത്രയും അധികം ലേണേഴ്സിന്റെ എല്ലാവിധ കാര്യങ്ങൾ വളരെ കൃത്യമായി നോക്കി അത് കൃത്യമായി രജിസ്റ്റർ ചെയ്ത് ഇഗ്നോ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നുണ്ടെന്നുള്ളതും കൺഫർമേഷൻ റിസീവ് ആവുന്നുണ്ടെന്നുള്ളതുമായ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുന്ന ഒരു ടീമാണ് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ടീം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ, ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞ, രജിസ്ട്രേഷൻ പാർട്ട്, റീ രജിസ്ട്രേഷൻ പാർട്ട്, ടേം ആൻഡ് എക്സാമിനേഷനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്, അതിന്റെ രജിസ്ട്രേഷൻ, അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ നിങ്ങൾക്ക് മറ്റ് പ്രാക്ടിക്കൽസോ പ്രൊജക്ട്സോ പോലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഈ ഒരു രജിസ്ട്രേഷനിലേക്ക് വരുമ്പം നിങ്ങളുടെ ഓരോ മൈൽ സ്റ്റോൺസും കൃത്യമായിട്ട് കവർ ചെയ്യപ്പെടുന്നുണ്ട് വിത്തിൻ ഡെഡ് ലൈൻ, വിത്തിൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ചുമുള്ള കോഴ്സുകൾ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എക്സാം സെന്റേഴ്സ് ആണ് കൊടുക്കുന്നത് എന്നൊക്കെ തന്നെ ഉറപ്പാക്കുന്ന ആ ഒരു രജിസ്ട്രേഷൻ പാർട്ട് എൻറ്റയർലി ഹാൻഡിൽ ചെയ്യുന്ന, ഈ ഒരു പ്രോസസ്സ് തന്നെ ഏറ്റവും സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്ന നമ്മളുടെ ടീമാണ് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻസ് ടീം എന്ന് പറയുന്നത്. സോ ബാക്കി ഇനി മൾട്ടിപ്പിൾ ടീംസ് ഇനിയും ഉണ്ട്. അതിൽ അക്കാഡമിക്സിന്റെ കാര്യങ്ങൾ, അല്ല അക്കാഡമിക്സ് ടീമിനെ പറ്റി കൂടുതൽ സംസാരിക്കുന്നതിനായിട്ട് ഐ ഇൻവൈറ്റ് ഹെഡ് ഓഫ് അക്കാഡമിക്സ് ഡോക്ടർ സുരഭി മാം. ഓവർ ടു സുരഭി മാം. സോ ഈ ഒരു സെഷനിൽ ഞാൻ അക്കാഡമിക് ടീം എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തൊരു ഇഫക്റ്റീവ് ആൻഡ് ക്വാളിറ്റി ഉള്ള കോണ്ടന്റ് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ ഗുഡ് ഈവനിങ് എവ്രി വൺ. ബീങ് ഹെഡ് ഓഫ് അക്കാഡമിക്സ്, ഞാൻ അക്കാഡമിക് ടീം എങ്ങനെയാണ് ഇഫക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നത്, എത്ര ടീം മെമ്പേഴ്സ് ആണ് നമ്മുടെ അക്കാഡമിക് ടീമിൽ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ പ്ലാനിങ് ആണ് വെച്ചിട്ട് ഇഫക്റ്റീവ് ഒരു കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ അക്കാഡമിക് ടീമിൽ മൾട്ടിപ്പിൾ ടീം മെമ്പേഴ്സ് ആണ് വർക്ക് ചെയ്യാറുള്ളത്. സോ അതിലെ ഫാക്കൽറ്റീസ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ടീമിൽ വർക്ക് ചെയ്യുന്നത് അബൌട്ട് മോർ ദാൻ 50 ഫാക്കൽറ്റീസ് നിലവിൽ വർക്ക് ചെയ്യുന്നു. ആൻഡ് ദേ ആർ അസൈൻഡ് വിത്ത് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് പേപ്പേഴ്സ്. ഇപ്പം നിങ്ങളുടെ ഡിഫറെന്റ് പ്രോഗ്രാംസിൽ വരുന്ന ഡിഫറെന്റ് പേപ്പേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആയ ഫാക്കൽറ്റീസ് ഹാൻഡിൽ ചെയ്യാറുണ്ട്. സോ ഫാക്കൽറ്റീസിന്റെ സെലക്ഷനും ഒരു റിഗ്രസ് പ്രോസസ്സിന്റെ കൂടെയാണ് ചെയ്യാറുള്ളത്. ലൈക്ക് we run the very extensive ad, പിന്നെ അവരുടെ CV ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഞങ്ങൾ ഇൻഷുർ ചെയ്യാറുണ്ട് that ഒരു എക്സ്പീരിയൻസ് ആ ഫാക്കൽറ്റീസ് only we select to provide the effective content and quality content. So faculty members are there. നിങ്ങൾക്ക് ആപ്പിന്റെ ആക്സസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ you might have gone through or watched the video content. അപ്പോൾ വീഡിയോ കോണ്ടന്റ് ആണ് ബേസിക്കലി ഞങ്ങളുടെ ഫാക്കൽറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഓരോരോ കാര്യങ്ങൾ with the reference to the study material, വീഡിയോ കോണ്ടന്റ് ഞങ്ങളുടെ ഫാക്കൽറ്റീസ് പ്രിപ്പയറും ചെയ്യാറുണ്ട്. പിന്നെ വരുന്നത് ഞങ്ങളുടെ ടീമിലെ ഇൻസ്ട്രക്ഷണൽ ഡിസൈനേഴ്സ് ആണ്. സോ ഇൻസ്ട്രക്ഷണൽ ഡിസൈനേഴ്സ് ഫാക്കൽറ്റിയെ സൂപ്പർവൈസ് ചെയ്യാനും പിന്നെ ഒരു ലേണിംഗ് സ്ട്രക്ചർ ചെയ്തിട്ട് ആപ്പിൽ എല്ലാ കോണ്ടന്റ് പ്രോപ്പർലി അവൈലബിൾ ആവുന്നുണ്ടെന്ന് അതും എൻഷുർ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ കോണ്ടന്റ് ഡിസൈനിന്റെ കാര്യങ്ങളിൽ കയറി കഴിഞ്ഞാൽ വി ഹാവ് ദ ഗുഡ് സെറ്റ് ഓഫ് കോണ്ടന്റ് റിസർച്ചേഴ്സ്. ഇപ്പോൾ സ്റ്റഡി മെറ്റീരിയലിന്റെ റെഫറൻസ് വെച്ചിട്ട് എല്ലാ കോണ്ടന്റ് പ്രോപ്പർലി റിസർച്ച് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ വിത്ത് ക്വാളിറ്റി നിങ്ങളുടെ ആപ്പിലേക്ക് അവൈലബിൾ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. സോ കോണ്ടന്റ് ഡിസൈൻ ഈസ് ഓൾവേസ് വിത്ത് റെഫറൻസ് ടു ദ സ്റ്റഡി മെറ്റീരിയൽ. അതും ഒരു പ്രോപ്പർ റിസർച്ച് ടീമിന്റെ സഹായത്തോടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. Then some creators team we have, very effective and technical knowledge content creator teams we have. അപ്പോൾ അവരുടെ ഒരു effective collaboration cooperation വെച്ചിട്ടാണ് all the content രഹീസ ഡിസ്കസ് ചെയ്തതുപോലെ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് ആയിക്കോട്ടെ, മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിക്കോട്ടെ, അതിന്റെ ആൻസർ ബുക്ക് ആയിക്കോട്ടെ, ഹെൽപ്പ് ബുക്ക്, ESG പോലെയുള്ള കോണ്ടന്റ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, all the things, whatever things which are available to support you academically in your app, അത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വളരെ എഫക്റ്റീവ്ലി തന്നെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ദെൻ അതിന്റെ ക്വാളിറ്റി ചെക്സ് ലൈക്ക് അതിന്റെ പ്രോപ്പർ ടൈംലി റിവ്യൂ, എന്തെങ്കിലും അതിൽ ഡിഫിക്കൽട്ടി എറർ ഉണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്തിട്ട്. സോ ദ ഓൺലി മോട്ടോ ഈസ്, നിങ്ങളുടെ മോട്ടോ മാത്രമാണ് ഒരു എഫക്റ്റീവ് ആൻഡ് ക്വാളിറ്റി ഉള്ള കോണ്ടന്റ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക. സോ ഒരു റിഗ്രസ് ക്വാളിറ്റി ചെക്ക് വിത്ത് പ്രോപ്പർ ഇന്റർവെല്ലിൽ ഒരു ക്വാളിറ്റി ചെക്ക് നമ്മൾ നടത്താറുണ്ട്.
with the help of learner success department. അപ്പോൾ ലേണേഴ്സിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഫീഡ്ബാക്ക് സജഷൻസ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൽ ചെയ്യാൻ പറ്റുന്ന ഇഫക്റ്റീവ്ലി ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് കോണ്ടന്റിൽ റീവർക്കും ചെയ്യാറുണ്ട്. ആൻഡ് വി ഓൾവേസ് എൻഷ്യൂർ ദാറ്റ് ക്വാളിറ്റി കോണ്ടന്റ് ഈസ് ഓൾവേസ് അവൈലബിൾ ഫോർ യു. ബിക്കോസ് നിങ്ങളുടെ ലേണിംഗിന്റെ ഫൗണ്ടേഷൻ ആണ് അക്കാഡമിക് കോണ്ടന്റ്. സോ അക്കാഡമിക് ടീം ആ ഒരു ഫോക്കസ് എപ്പോഴും വർക്ക് ചെയ്യാറുമുണ്ട്. സോ ദെൻ കമ്മിങ് ടു ദ അനദർ സെറ്റ് ഓഫ് ടീം വർക്കേഴ്സ്, academic associates and academic coordinators. Okay, so these people actually they manage and create timetable. അപ്പോൾ mentor support ഉള്ള learners നെ നമ്മൾ timetable provide ചെയ്യാറുണ്ട്. And they also schedule the live sessions, the recording, അതിന്റെ proper conduction, പിന്നെ അതിന്റെ availability, recorded session, the availability in the app, everything ensured by the academic associates and the academic coordinator. So നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ലൈക്ക് ഒരു മൾട്ടിപ്പിൾ കപ്പാസിറ്റി ഉള്ള ടീം മെമ്പേഴ്സ് ആണ് ഈ അക്കാഡമിക് ടീമിൽ ഇൻവോൾവ് ഉള്ളത്. പിന്നെ വരുന്നത് നമ്മുടെ അക്കാഡമിക് പ്ലാനിങ് ആണ്. അപ്പോൾ അത്ര ഇഫക്റ്റീവ് ആൻഡ് ക്വാളിറ്റി ഉള്ള കോണ്ടന്റ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ പ്ലാനിങ് അല്ലാതെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ജസ്റ്റ് ആപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു യൂസ് ഇല്ല. സോ വാട്ട് വി ഷുഡ് ഡു, you have to properly plan the academic content which is available in your app. Okay, അത് എല്ലാ ടോപ്പിക് വൈസ് തന്നെ വീഡിയോ കോണ്ടന്റ് റെഫർ ചെയ്യുക, എല്ലാ റിട്ടൺ മെറ്റീരിയൽ, റിട്ടൺ ഡോക്യുമെന്റ്സ് ലൈക്ക് HBSG ഫയൽസ് അല്ലെങ്കിൽ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് ഉണ്ടെങ്കിൽ അത് പ്രോപ്പർലി വായിച്ചിട്ട് തന്നെ വിത്ത് ഇൻസ്ട്രക്ഷൻ അത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ അത് പ്രോപ്പർലി ഫോളോ ചെയ്യുക. പിന്നെ വീഡിയോ കാണുന്ന സമയം ആ ഒരു ടൈമിൽ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫർദർ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു സെറ്റ് ഓഫ് ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇപ്പോൾ ഈ ടൈമിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പിന്നെ അതിന്റെ നോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താണ്, അഗെയിൻ യു ഹാവ് ടു വാച്ച് ദ ഹോൾ സെറ്റ് ഓഫ് വീഡിയോ. അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് മാത്രമേ നോട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സേവ് യുവർ ടൈം. അപ്പോൾ അതൊരു സജഷൻ ആയിട്ട് നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഇഫക്റ്റീവ് പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സേവ് യുവർ ടൈം ആൻഡ് നിങ്ങളുടെ ആ ഒരു എക്സാം ഫോക്കസ് എപ്പോഴും ഇഫക്റ്റീവായി തന്നെ ഇരിക്കും. സോ വെനെവർ യു സ്റ്റക്ക് ഇൻ ദ പ്രോസസ് ഓഫ് അക്കാഡമിക്സ്, നിങ്ങളുടെ ലേണിംഗിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി ആവുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടീമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സജഷൻ കാര്യങ്ങൾ കിട്ടും. ആൻഡ് വി വിൽ ബി ഓൾവേസ് വർക്കിംഗ് ടു improve our content so that your learning journey will be always with quality and amazing. So thank you everyone. Now I will invite Lindsay ma'am to lead the further session. Thank you. Hi all, good evening. I hope that I am audible. So ഇന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LCR ഡിവിഷൻ ആണ്, ദാറ്റ് ഇസ് ലേണർ കണ്ടിന്യൂറ്റി ആൻഡ് റിറ്റൻഷൻ. സോ എന്താണ് ലേൺവൈസിലെ LCR ഡിവിഷൻ, അതായത് ലേണർ കണ്ടിന്യൂറ്റി ആൻഡ് റിറ്റൻഷൻ? സോ ഓൾറെഡി ഡിവിഷൻ കാണുമ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇത് ഈ ഒരു ഡിവിഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് പോലും ജസ്റ്റ് സിംപ്ലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ ലേണേഴ്സിന്റെയും കണ്ടിന്യൂറ്റിക്ക് തന്നെയാണ്. സോ നമുക്കറിയാം അല്ലെ, നമ്മളിപ്പോൾ എല്ലാവരും നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ലേണേഴ്സും തന്നെ ഡിഗ്രി എന്നുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബോത്ത് UG അതുപോലെ തന്നെ PG എല്ലാവരും ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് LCR ഡിവിഷന്റെ വൺ ഓഫ് ദ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്. സോ എങ്ങനെയായിരിക്കും LCR ഡിവിഷൻ നിങ്ങളെ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സോ നമ്മൾ നമുക്കറിയാം നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മുടെ എവറി ഡേ, എവറി വീക്ക്, എവറി മന്ത് ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ. സോ നമ്മുടെ LCR ഡിവിഷനിൽ നമ്മുടെ LCR എക്സിക്യൂട്ടീവ്സ്, കൗൺസിലേഴ്സ് നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ടാവും. സോ എങ്ങനെയായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സൈക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അഡ്മിഷൻസ് എടുത്തു, എല്ലാവരുടെയും ഓൺ ബോർഡിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. മെന്റേഴ്സ് അതുപോലെ തന്നെ LSCs അസൈൻഡ് ആണ്. നമ്മൾ ഓൾറെഡി നമ്മളെല്ലാവരും പറയുന്ന പോലെ നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ട് നമ്മുടെ അക്കാഡമിക്സ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരുണ്ടാവും. സോ സ്റ്റാർട്ട് ചെയ്യാത്തവർ വെരി സൂൺ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. സോ നമുക്കറിയാം, നമുക്ക് ഇപ്പോഴും നമ്മളിപ്പോൾ പഠിക്കുന്ന ടൈമിലാണെങ്കിലും നമുക്ക് ഫെയിൽ എന്ന് പറയുന്ന സംഭവം നമ്മൾ ചിലപ്പോൾ പഠിക്കാത്തത് കൊണ്ടായിരിക്കണം എന്നില്ല അല്ലെ. ചിലപ്പോൾ മേ ബി ബിക്കോസ് ഓഫ് നമുക്ക് ടൈം കിട്ടാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബിസി സ്കെഡ്യൂൾസ് കൊണ്ടായിരിക്കാം. നമ്മളിപ്പോൾ ഓരോരുത്തരും ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളവരെല്ലാവരും മേ ബി ബിസി സ്കെഡ്യൂൾസ് ഉള്ളവരായിരിക്കും എല്ലാവരും തന്നെ.
തന്നെ വർക്കിനിടയിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നവരുണ്ടാവും, അതുപോലെ തന്നെ കുഞ്ഞു ബേബീസ് ഉള്ളവരുണ്ടാവും, അതുപോലെ തന്നെ ചിലപ്പോൾ ഒത്തിരി ഗ്യാപ്പിന് ശേഷം പഠിക്കുന്നവരുണ്ടാവും. അങ്ങനെ പല സെറ്റ് ഓഫ് നമ്മളുടെ ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ട് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. സോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്കൊരു മോട്ടിവേഷൻ ലാക്ക് ചെയ്യുന്ന ടൈമോ സിറ്റുവേഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി LCR ഡിവിഷൻ നിങ്ങളെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ടോ. സോ നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും മൊമെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടാണോ ആവശ്യം, ലൈക്ക് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ ഓരോരുത്തരെ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സപ്പോർട്ടാണോ അതിന് റിക്വയർഡ് ആയിട്ടുള്ളത് അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഫെർദർ മൂവ് ചെയ്യുന്നത്. സോ ജോയിനിങ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് മന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 3 months പ്രോഗ്രഷൻസ് നോക്കുന്നുണ്ടാവും. പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള റിമൈൻഡേഴ്സ് എല്ലാം തന്നെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസി സ്കെഡ്യൂൾസ് ആവുന്ന സമയത്ത് ചിലപ്പോൾ മേ ബി നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ വിട്ടുപോകാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. സോ LCR ഡിവിഷനിൽ നിന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ടൈംലി റിമൈൻഡേഴ്സ് എക്സ്പെഷ്യലി റിലേറ്റഡ് വിത്ത് ആദ്യം നമ്മൾക്ക് ഇപ്പോൾ ഇനി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് റിക്വയർമെന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് അസൈൻമെന്റ് സബ്മിഷൻസ്. അതിനുശേഷം എക്സാം രജിസ്ട്രേഷൻ വരും, അതിനുശേഷം എക്സാംസ് അപ്പിയർ ചെയ്യണം. സോ എക്സാം ടൈം ടേബിൾസ് വരും. സോ അതിനുശേഷം നമ്മൾക്ക് എക്സാം എല്ലാം അപ്പിയർ ചെയ്തതിനു ശേഷം റീ രജിസ്ട്രേഷൻ പ്രോസസ് ഉണ്ട്. സോ കംപ്ലീറ്റ്ലി ഓരോ നിങ്ങളുടെ മൈൽ സ്റ്റോൺസിലും LCR ഡിവിഷൻസിൽ നമ്മളുടെ കൗൺസിലേഴ്സ് നിങ്ങളെ കണക്ട് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള റിമൈൻഡേഴ്സും അതുപോലെ തന്നെ ഫോളോ അപ്സും നിങ്ങൾക്ക് തരുന്നുണ്ട്. ജസ്റ്റ് സിംപ്ലി നിങ്ങൾ ഓർക്കുക, ഇത് നിങ്ങൾ ആരും ഡിസ്റ്റർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ടു ഗിവ് എ സിമ്പിൾ റിമൈൻഡേഴ്സ് ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ആരും ഈ ബിസി സ്കെഡ്യൂൾസിൽ നമ്മൾ ഒന്നും വിട്ടുപോകുന്നില്ല എന്നുള്ളതും കറക്റ്റ് ഓൺ ടൈമിൽ നമ്മൾ എല്ലാ കാര്യം ചെയ്യുന്നത്. ബിക്കോസ് നമുക്കറിയാം അസൈൻമെന്റ് ഓൺ ടൈമിൽ സബ്മിറ്റ് ചെയ്യണം, എക്സാം രജിസ്ട്രേഷൻസ് ഓൺ ടൈമിൽ ചെയ്യണം, റീ രജിസ്ട്രേഷൻ എല്ലാത്തിനും നമുക്ക് ഡെഡ് ലൈൻസസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ലേൺവൈസിന്റെ LCR ഡിവിഷൻസിൽ നിന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോളോ അപ്സ് ഉണ്ടാവും. ഇൻ ഓർഡർ ടു മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഒരു ഘട്ടങ്ങളിലും ഒരു സ്റ്റേജസിലും നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് മുൻകൂട്ടി പ്രിവെന്റ് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ ഒരു സൈക്കിൾസിൽ നമുക്ക് ഒരു കാര്യം മിസ് ഔട്ട് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് LCR ഡിവിഷൻ മെയിൻലി വരുന്നത്. ആൻഡ് ഓൾസോ എക്സ്പെഷ്യലി നേരത്തെ ഇപ്പൊ സാർക്ക് നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇഗ്നോ അഡ്മിഷൻസ് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചിലപ്പോൾ മേ ബി നമ്മളുടെ രജിസ്ട്രേഷൻസ് പാർട്സ്, റീ രജിസ്ട്രേഷൻസ് പാർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് നമ്മളുടെ എക്സ്പെഷ്യലി നമ്മുടെ നേരത്തെ ബേസർ ഡിസ്കസ് ചെയ്ത പോലെ ലേണർ എക്സ്പീരിയൻസ് ടീമും അതുപോലെ തന്നെ അഡ്മിഷൻസ് ടീമും കൂടി യുണൈറ്റ് ചെയ്തിട്ടായിരിക്കും, ജോയിൻ ടുഗെദർ ചെയ്തിട്ടായിരിക്കും നമ്മുടെ LCR ഡിവിഷനിൽ നിങ്ങൾക്ക് എന്ത് അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ടാവും. സോ ജസ്റ്റ് ലാസ്റ്റ് ആയിട്ട് ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മളുടെ ടീം മെമ്പേഴ്സ് കണക്ട് ചെയ്യുക, LCR ഡിവിഷനിലെ ടീം മെമ്പേഴ്സ് കണക്ട് ചെയ്യുന്ന സമയത്ത് അതൊരു ഡിസ്റ്റർബൻസസ് ആയിട്ട് കൺസിഡർ ചെയ്യാതെ മേക്ക് ഷുവർ ദാറ്റ് നമ്മളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ ജസ്റ്റ് റിമൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദേ ആർ ടേക്കിംഗ് അപ്പ് ദ എഫേർട്സ് ഇൻ കണക്ടിങ് വിത്ത് യു. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് നമ്മുടെ LCR ഡിവിഷനിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇഫ് യു ഹാവ് എനി സോർട്ട് ഓഫ് എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ട് ഇൻ യോർ അക്കാഡമിക്സ് ആസ് വെൽ ആസ് പേഴ്സണലി, നിങ്ങളുടെ കരിയറിനെ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിനെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു നമ്മുടെ LCR കൺസൾട്ടേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. സോ നെക്സ്റ്റ് മൂവിങ് ഓൺ ടു നമ്മളുടെ അഡ്മിഷൻസ് കോർഡിനേഷനും അതുപോലെ തന്നെ അക്കാഡമിക് കൗൺസിലിംഗ് ടീമിനെയും പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഐ ഇൻവൈറ്റ് ശ്രുതി മാം. ഓവർ ടു യു മാം. Okay, thank you, Lindsay ma'am. Myself, good evening all. Myself, Shruti, Rhythm Coordinator from Admission Department. Okay, ഇതുവരെ എല്ലാവരും സംസാരിച്ചത് നമ്മുടെ ഒരു ലേൺവൈസിന്റെ ലേണർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന കുറെ കാര്യങ്ങളെ കുറിച്ചിട്ടാണല്ലോ. ദെൻ ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുറച്ചൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, അതായത് ലേൺവൈസിലൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ഒരു അഡ്മിഷൻ ഡിവിഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് 3 ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് വരുന്നത്. അഡ്മിഷൻ മാനേജ്മെന്റ് കോർഡിനേറ്റേഴ്സ്, അഡ്മിഷൻ എക്സിക്യൂട്ടീവ്സ് ആൻഡ് അഡ്മിഷൻ കൗൺസിലേഴ്സ്, ഇങ്ങനെ 3 ഡിപ്പാർട്ട്മെന്റ് ആണ് മെയിൻലി വരുന്നത്. ദെൻ ഇതിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ടിട്ടോ മറ്റും നമ്മളെ കണക്ട് ചെയ്യുന്ന നമ്മുടെ ലേണേഴ്സിനെ വാം വെൽക്കം ചെയ്തുകൊണ്ട് നമുക്ക് കൗൺസിലിംഗിന്റെ സ്ലോട്ട് ബുക്ക് ചെയ്തുകൊണ്ട് നമ്മളെ ഒരു ലേൺവൈസിന്റെ ഒരു പാത്തിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ ടീമാണ് അഡ്മിഷൻ മാനേജ്മെന്റ് കോർഡിനേറ്റർ ടീം എന്ന് പറയുന്നത്. നല്ലൊരു സ്ട്രോങ് ആയിട്ടൊരു ഡെഡിക്കേറ്റഡ് ടീം തന്നെ നമുക്ക് അതിന് സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു അഡ്മിഷൻ കൗൺസിലിംഗ് കോൾ ബുക്കിംഗ് എന്നതിലുപരി നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വേറെ വരുവാണെങ്കിൽ തന്നെ നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഏതൊരു ഡിപ്പാർട്ട്മെന്റിലേക്കാണോ അത് എസ്കലേറ്റ് ചെയ്ത് പോകേണ്ടത് അതിലേക്ക് എസ്കലേറ്റ് ചെയ്ത് പോയി നിങ്ങൾക്ക് മാക്സിമം ഹെൽപ്പ് തരാനായിട്ട് നമ്മുടെ അഡ്മിഷൻ മാനേജ്മെന്റ് കോർഡിനേറ്റേഴ്സിന്റെ ടീം എപ്പോഴും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ദെൻ ഉള്ളത് നമ്മുടെ അഡ്മിഷൻ എക്സിക്യൂട്ടീവ്സ് ആൻഡ് അക്കാഡമിക് കൗൺസിലേഴ്സ് ടീം ആയിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ ഒരു കോളിന് ശേഷമായിരിക്കുമല്ലോ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം.
അപ്പൊ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എല്ലാ ഡീറ്റെയിൽസും നിങ്ങളോട് ചോദിച്ചറിഞ്ഞ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്സും അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലാൻസും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇഗ്നുവിനെ കുറിച്ചും അതുപോലെ തന്നെ ലേൺവൈസിനെ കുറിച്ചൊക്കെ നല്ലൊരു ക്ലാരിറ്റിയിൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇഗ്നുവിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകൾ ചെയ്തു തന്നുകൊണ്ട് നിങ്ങളെ ലേൺവൈസിന്റെ ലേണർ ആക്കി മാറ്റിയിട്ടുള്ളത് നമ്മുടെ അക്കാഡമിക് കൗൺസിലർ ടീം തന്നെയാണ്. ലേൺവൈസിൽ ജോയിൻ ചെയ്യുന്ന ഓരോ ലേണേഴ്സിനും ഈ പറയുന്ന പോലെ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഹെൽപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഹെൽപ്പ് എന്നതിലുപരി ആ ഒരു അവർ ചെയ്യുന്ന ഒരു സർവീസ് എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ പ്ലാൻ, അതായത് നിങ്ങളുടെ ഒരു കരിയർ പാത്തിലേക്കുള്ള ഒരു ഓപ്പണിംഗ്. നിങ്ങൾ പലരും പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ വെച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ലേൺവൈസിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഏത് കോഴ്സ് എടുക്കണം, ഇഗ്നു എന്ന യൂണിവേഴ്സിറ്റി എന്താണ്, ഇതൊക്കെ അറിയാതെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണം എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ കണക്ട് ചെയ്തിട്ടുള്ളവരായിരിക്കും അല്ലെ. അപ്പൊ അതിലൊക്കെ നല്ലൊരു ക്ലാരിറ്റി തന്ന് നല്ലൊരു ഫ്യൂച്ചറിലേക്ക്, അതായത് നല്ലൊരു ഹയർ എഡ്യൂക്കേഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാത്ത് ഒരുക്കി തന്നിട്ടുള്ള ഒരു ടീമാണ് അക്കാഡമിക് കൗൺസിലർ ടീം എന്ന് പറയുന്നത്. സോ ഇവർ തന്നെയാണ് നമ്മുടെ ലേൺവൈസിന്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത്രയാണ് നമ്മുടെ അഡ്മിഷൻ ടീമിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഈ ഒരു ഓറിയന്റേഷൻ സെഷൻ നല്ല രീതിയിൽ എൻഡ് ചെയ്യാനായിട്ട് എല്ലാവർക്കും വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഐ എം ഹാൻഡ് ഓവറിംഗ് ദി സെഷൻ ടു നൗഫൽ സർ. ഓവർ ടു യു സർ. താങ്ക് യു ശ്രുതി. സോ നമ്മുടെ സെഷന്റെ ലാസ്റ്റ് ഫൈനൽ ഫേസിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ഓൾറെഡി നിങ്ങൾ നോട്ട് ചെയ്തതുപോലെ തന്നെ നമ്മൾ ലേൺവൈസിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഓറിയന്റേഷൻ ഒക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നുണ്ടാവാം സ്റ്റാർട്ടിങ്ങിൽ വളരെ കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. പക്ഷെങ്കിൽ ലേൺവൈസിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് മാത്രമായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. കണ്ടിന്യൂറ്റിയും വളരെ സ്റ്റാർട്ടിങ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ലിൻസിയൊക്കെ LCRനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ആൻഡ് കണ്ടിന്യൂറ്റി മാത്രമല്ല, അത് ക്വാളിറ്റിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് റിസോഴ്സസ്, ഏറ്റവും ബെസ്റ്റ് സപ്പോർട്ട് ആൻഡ് പ്രൂവൺ ആയിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡ്, പാസ് ചെയ്ത് പോയിട്ടുള്ള അലൂമിനയുടെ അവരുടെ വേർഷൻസ് അത്തരത്തില് അത് മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ സ്വന്തം സക്സസ്, ഇപ്പൊ 3 വർഷത്തെ 4 വർഷത്തെ ഡിഗ്രി ആവട്ടെ അല്ലെങ്കിൽ 2 വർഷത്തെ PG ആവട്ടെ, വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള എല്ലാവിധ സംവിധാനം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ജേണിയിൽ എന്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടത്, എങ്ങനെ അത് റിസോൾവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അധികം വീണ്ടും ആ ഡിസ്കഷനിലേക്കൊന്നും പോകുന്നില്ല. അപ്പം ഇനി എന്ത് മാറ്റേഴ്സ് വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കണം, വളരെ പോസിറ്റീവ് ആയിക്കൊണ്ട് ഞാൻ ഇന്ന ഒരു കാര്യം ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങളുടെ മെന്റർ അല്ലെങ്കിൽ ലേണർ എക്സ്പീരിയൻസ് സക്സസ് എക്സിക്യൂട്ടീവിനെ ബോധ്യപ്പെടുത്തുക. അപ്പൊ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇപ്പം സ്ക്രീൻഷോട്ട്സോ അല്ലെങ്കിൽ പിന്നെ സ്ക്രീൻ റെക്കോർഡഡ് വീഡിയോസോ മറ്റോ ഉണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് എന്തായാലും നമ്മുടെ ടീമിന്റെ ഭാഗമായിട്ട് നിന്ന് കിട്ടുന്നുണ്ടാവും. അപ്പൊ ഇതിനൊക്കെ പുറമെ ഇപ്പം അക്കാഡമിക്സിലും അതേപോലെ തന്നെ ലേണർ എക്സ്പീരിയൻസിലും അതേപോലെ തന്നെ അഡ്മിഷൻസിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സ് നിങ്ങൾ അഡ്രസ് ചെയ്തു. ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ലേണിംഗ് എക്സ്പീരിയൻസിലും, അത് ആപ്പിലുള്ള ചെറിയ ചെറിയ ഫീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിലുള്ള കാര്യമായിരിക്കാം, മറ്റ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന അലേർട്സ് ആയിരിക്കാം, റിമൈൻഡേഴ്സ് ആയിരിക്കാം, ഇതിന്റെ ഒക്കെ പിന്നിൽ വർക്ക് ചെയ്യുന്ന മറ്റനേകം ടീം മെമ്പേഴ്സ് ഉണ്ട്. അവരെയൊന്നും നിങ്ങൾ ഡെയിലി ബേസിസിൽ കാണുമോ അല്ലെ നിങ്ങളുടെ ഒരു ലേണർ ജേണിയുടെ ഭാഗമായിട്ട് നിങ്ങൾ കാണണം എന്ന് നിർബന്ധമില്ല. പക്ഷെ അത്തരത്തിലുള്ള ഒരുപാട് ടീം മെമ്പേഴ്സ് നിങ്ങളുടെ സക്സസിനെ പിന്നെ കുറച്ചും കൂടെ ബെറ്റർ ആക്കുന്നതിന്, ബ്രൈറ്റർ ആക്കുന്നതിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്രിയേറ്റീവ് ഡിവിഷൻ ആവട്ടെ, ടെക്നോളജി ഡിവിഷൻ ആവട്ടെ, പുതിയ ഇനീഷ്യേറ്റീവ്സിന്റെ ഭാഗമായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളുടെ പിന്നാമ്പുറാണെന്നുണ്ടെങ്കിലും, ഇനി റിതം ആൻഡ് പീപ്പിൾ ആവട്ടെ, കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് ആവട്ടെ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ആവട്ടെ, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അത്തരം ടീം മെമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ നമ്മുടെ അക്കാഡമിക് എക്സ്പീരിയൻസ്, മെന്റർഷിപ്പ് എക്സ്പീരിയൻസ്, അതിനുശേഷമുള്ള ഇഗ്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പീരിയൻസ്, പിന്നെ അങ്ങനെ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ സെക്കൻഡ് ഇയർ റീ രജിസ്ട്രേഷൻ, റീ എൻറോൾമെന്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായ ആ ഒരു സൈക്കിള് കൊണ്ടുപോകുന്നതിനുള്ള വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവേണ്ടത് എന്ന് പറയുന്നത് എന്താണ്, ലേൺവൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടൂൾസ് കൃത്യമായിട്ട് മനസ്സിലായി. ആൻഡ് ഓൾസോ ലേൺവൈസിൽ ഓരോ സംവിധാനത്തിന്റെയും പിന്നിൽ വർക്ക് ചെയ്യുന്ന ടീം മെമ്പേഴ്സ് ആരാണെന്നുള്ളത് മനസ്സിലായി. അവരുടെയൊക്കെ സപ്പോർട്ട് നിങ്ങൾക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എനിക്ക് പേഴ്സണലി എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വിചാരിച്ചാൽ,
ഈ ഒരു സംവിധാനത്തിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിൽ എന്ത് ചെയ്യണം, വളരെ അക്കൗണ്ടബിൾ ആയിട്ടും അതേപോലെ തന്നെ റെസ്പോൺസിബിൾ ആയിട്ടും കമ്മിറ്റഡ് ആയിട്ടും നിങ്ങളുടെ എൻ്റെ നിന്നുള്ള ഇന്റർവെൻഷൻസ് ഉണ്ടാവണം. നിങ്ങൾ അതിൽ ഒരു രീതിയിലും ഒറ്റയ്ക്കല്ല, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പിന്നെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ടീം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പം നമ്മുടെ എൻ്റയർ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഈ 3ാമത്തെ സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നാളത്തെ സെഷൻ ഇതിലും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സെഷനും ഓരോന്ന് കഴിയുന്നതിനനുസരിച്ചിട്ട് അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും അടുത്ത് വരുന്നുണ്ടാവുക. അപ്പൊ നാളത്തെ സെഷൻ എന്ന് പറയുന്നത് ഗോൾസ് ടു റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞിട്ടുള്ള സംവിധാനത്തിന് എത്രത്തോളം ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്, അതിൽ വരാൻ സാധ്യതയുള്ള പോസിബിൾ ആയിട്ടുള്ള റിസ്കുകൾ എന്തൊക്കെയായിരിക്കും, അതിനെ എങ്ങനെ മറികടക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് അനുഷ്യ മാം ആൻഡ് ഓൾസോ ലോജിഷ മാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഒരു രീതിയിലും മിസ്സാവാൻ പാടില്ല. കൃത്യസമയത്ത് തന്നെ എന്ത് ചെയ്യാം, സൂം ലിങ്ക് ഓപ്പൺ ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്ന് സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, കാമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ജോയിൻ ചെയ്യുക, ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ആയിരിക്കും മെന്റേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സിന് നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രചോദനം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം വിട്ടുപോകരുത്, കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്, അതായത് ന്യൂ ഹൊറൈസൺസ് പ്രൊഫൈൽ ഫോം എന്ന് പറയുന്നത് ഫില്ല് ചെയ്യാത്തവർ ഇനിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വളരെ കുറഞ്ഞ സമയം ആവശ്യമുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓൾറെഡി അയച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ വാട്സാപ്പ് ചെക്ക് ചെയ്യുക, ഉടൻ തന്നെ അത് ഫില്ല് ചെയ്തിട്ട് പിന്നെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തുക. അപ്പൊ ഇതോടുകൂടി നമ്മുടെ സെഷൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് ഓൾസോ സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.